ക്രിസ്ത്യ ജീവിതം നമ്മൾ നയിക്കുന്നു. നമ്മൾ കൃപയാൽ നമ്മൾ മുന്നേറുകയാണ്. ഓൺലൈനിലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അതിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. തൊടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദൈവസഭയിൽ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ കൃപയാൽ നിങ്ങൾക്ക് വരുവാൻ അവസരങ്ങൾ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കടന്നു വരുവാൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെ സ്തോത്രം ബോധിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഇന്ന് പകൽ നേരം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഇടപെട്ട ചില ഭാഗങ്ങൾ എന്ന് ചിന്തിക്കാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. നമുക്ക് സ്തോത്രം, പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ 7ഉം 8ഉം വാക്യം വായിക്കാം. സ്തോത്രം. അല്ലെങ്കിൽ 6 മുതൽ വായിക്കാം. സ്തോത്രം. പരിജ്ഞാനത്തോട് 1 മുതൽ വായിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അപ്പോസ്തലനായ പത്രോസ് ദൈവസഭയ്ക്ക് സ്തോത്രം ഈ ലേഖനം എഴുതുന്ന സമയത്ത് ഇവിടെ വളരെ ആധികാരികമായിട്ട് കാണുന്ന ഒരു കാര്യം, ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരേണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരേണ്ട ആത്മീകമായ ചില വരങ്ങളെ കുറിച്ച് പറയുന്നു. എന്നാൽ അതിനുപരി ആത്മാവിന്റെ ഫലത്തെ കുറിച്ചാണ് ഇവിടെ വളരെ ശക്തമായിട്ട് പത്രോസ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യം, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അടുത്തത് പത്രോസ് ഇവിടെ പറയുന്നു, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പറയപ്പെട്ട ഗുണങ്ങൾ ഓരോന്നും നമ്മളിൽ ക്രിസ്തീയ ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ടതാണ്. നാം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം വർദ്ധിച്ചു വരണമെന്നുണ്ടെങ്കിൽ, ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെ വിടുവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൻ്റെ ആരംഭത്തിൽ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണം. വെറുതെ ഒരു വിശ്വാസമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്, വീര്യം പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന് പത്രോസ് ഇവിടെ പറയുന്നു. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനം. അപ്പൊ പരിജ്ഞാനത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പരിജ്ഞാനം ദൈവം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകും. അപ്പോൾ ആ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ നാം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഈ ഗുണങ്ങളില്ലാത്ത വെറുതെ ഒരു ജീവിതം നയിക്കുന്ന ഒരു ഘടകമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഗുണങ്ങൾ ഉള്ളതും ഫലമുള്ളതുമായ ഒരു ജീവിതം നയിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ വാക്യങ്ങൾ പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവാൻ. അപ്പോൾ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് നിങ്ങൾ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. 2 പ്രധാനപ്പെട്ട കാര്യം പത്രോസ് പറയുന്നു. ഉത്സാഹമില്ലാത്തവർ, ഫലമില്ലാത്തവർ, നിഷ്ഫലന്മാർ. അപ്പോൾ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിട്ട് ദൈവസഭയ്ക്കകത്ത് വരരുത്. പത്രോസ് വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ആരാണ് ഈ ഫലമില്ലാത്ത നിലവാരത്തിൽ ചെല്ലുന്നത്? അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവയില്ലാത്തവനോ, ഏതില്ലാത്തത്? ഈ മുൻ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നുപോലും ജീവിതത്തിൽ ഇല്ലാത്ത വ്യക്തി, അതെ, അവർ ഈ പറയുന്നത് പോലെ സ്തോത്രം, വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനം. അപ്പൊ വിശ്വാസം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്തവർ ആരാണെന്നാ പറയുന്നത്? കുരുടന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ദൈവനാമ നിമിത്തം പ്രയോജനമുള്ളവരാണ്. നിങ്ങൾ നിഷ്ഫലന്മാരായിരിക്കുകയില്ല. നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഫലം കൊയ്യുന്നവരായിരിക്കുമെന്നാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആരാകത്തില്ല? നമ്മൾ കുരുടന്മാരാകുകയില്ല. അപ്പോൾ ഈ കുരുട് എന്ന് പറയുമ്പോൾ നമ്മുടെ അകമയുള്ള മനുഷ്യന്റെ കാഴ്ച ലഭിക്കുവാൻ ഈ ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ക്വാളിറ്റീസ് ഓരോന്നും തന്നെ.
വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അടുത്ത വാക്യം, ഇവ ഇല്ലാത്തവനോ കുരുടനത്രേ. അടുത്ത വാക്യം, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം ഇന്നത്തെ ഈ പ്രസംഗത്തിന്റെ അകത്ത്, ഇന്നത്തെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ചില വിഷയത്തിൽ പ്രധാനമായും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയം ഈ പറയപ്പെടുന്ന വാക്യമാണ്. അടുത്ത് പറയുന്ന വാക്യം എന്താണ്? അവൻ ഹ്രസ്വ ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരും തന്നെ. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ഞാൻ കൃപയിൽ ശരണപ്പെട്ടെടുക്കുക ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് സ്തോത്രം ഹല്ലേലൂയ, അവർ ഹ്രസ്വ ദൃഷ്ടിയുള്ളവരും അതുപോലെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരുമായിരിക്കും. അപ്പൊ ഇംഗ്ലീഷ് വായിക്കുന്നത്, ഫോർ ഹി നോസ് ലാക്സ് ദീസ് ക്വാളിറ്റീസ് ഈസ് ബ്ലൈൻഡ് ഓർ ഷോർട്ട് സൈറ്റഡ് having forgotten his purification from his former sins. അപ്പൊ മുമ്പുള്ള ശുദ്ധീകരണത്തെ മറന്നവർ, അതുപോലെ ഹ്രസ്വ ദൃഷ്ടി ഉള്ളവരാണ്. അതായത് അടുത്തുള്ളത് മാത്രം കാണുവാൻ പ്രാപ്തിയുള്ളവരാണ് ഈ പറയപ്പെട്ടവർ. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ ഇതുവരെയും ഗുണങ്ങളോ ഫലങ്ങളോ ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന വിഷയം, നിങ്ങൾ ഹ്രസ്വ ദൃഷ്ടിയുള്ള വ്യക്തിയാണ്. കാരണം നിങ്ങൾ അടുത്തുള്ളതോ അടുത്ത ദിവസങ്ങളോ അടുത്ത കാലങ്ങളിലെ ഉള്ള കാര്യങ്ങൾ മാത്രം കാണുവാനുള്ള പ്രാപ്തിയാണ് നിങ്ങൾക്കുള്ളത്. നിത്യതയെ കുറിച്ച് കാണുവാനുള്ള ദൃഷ്ടി ഇല്ലാത്തവരാണെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. കാര്യം നിത്യതയിൽ നാം ദൈവത്തോടു കൂടെ വസിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു മഹത്വം വിട്ട് ലോകത്തിലേക്ക് വന്നത്. സോ നമ്മുടെ അകൃത്യങ്ങളെ പുത്രൻ ചുമന്ന് നമ്മുടെ കുറവുകളെ തന്റെ ശരീരത്തിലെ കുറവുകളാൽ തീർത്ത് നമ്മളെ വീണ്ടും ജനിപ്പിക്കേണ്ടതിനാണ്, നമ്മളെ ഉയർപ്പിക്കേണ്ടതിനാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചതെന്ന് മറന്നു പോകരുത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് എന്തിനാണ്? നാം നിത്യതയിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയരുവാൻ തക്കവണ്ണം നിത്യതയെ കുറിച്ചുള്ള ദർശനം ലഭിച്ചവരായി തീരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഹ്രസ്വ ദൃഷ്ടി ഇല്ലാത്തവരായി തീരുന്നുള്ളൂ. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവർ മാത്രമേ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയും സ്നേഹവും കൂട്ടുവാൻ തയ്യാറാകുന്നവർ, നിത്യതയ്ക്ക് വേണ്ടി ദർശനമുള്ളവർ മാത്രമേ അതിനുവേണ്ടി തയ്യാറാകത്തുള്ളൂ. ഹല്ലേലൂയ, വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ സ്തോത്രം, നിത്യതയ്ക്ക് വേണ്ടി ദർശനമുള്ള വ്യക്തി മാത്രമാണ് ഹല്ലേലൂയ സ്തോത്രം ഈ പറയപ്പെടുന്ന ഗുണഭേദങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ളൂ. അപ്പോൾ ഈ ഗുണങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയാണ് നീയോ ഞാനോ എങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, അവിടെ വചനം പറയുന്നു, നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഗുണപ്പെടാത്തവരായിരിക്കും, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഫലം ചെയ്യാത്തവരായിരിക്കും. അവിടെ പറയുന്നത് ഇവയില്ലാത്തവരോ കുരുടനത്രേ. അതിനു മുമ്പ് പറയുന്നത് ഇത് സംബന്ധിച്ച് ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തത് നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഏതൊരു മനുഷ്യാത്മാവിനെയും ഉയർപ്പിച്ച് ദൈവരാജ്യത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യാത്മാവിനെ ഉരുവാക്കിയെടുക്കുന്ന വിധങ്ങൾക്കാണ്, അവനെ ഫോം ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അതിലൂടെ ഒരു വ്യക്തിയെ കടത്തിക്കൊണ്ടു പോകും. അതിനെ തിരിച്ചറിയുന്ന വ്യക്തി ഈ ഗുണഭേദങ്ങൾ ഉള്ള വ്യക്തിയായിരിക്കും, ഈ തരത്തിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ആമേൻ. അപ്പോൾ നമ്മെ ദൈവം തീയിലൂടെ ശോധന ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ പദ്ധതി നമ്മൾ ദീർഘവീക്ഷണമുള്ളവരായി തീരണം. നിത്യതയിലേക്ക് നമ്മുടെ ദർശനങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാട് സ്വർഗീയ ദർശനത്തിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ ഹ്രസ്വ ദൃഷ്ടിയായിട്ടിരിക്കും. സ്വർഗീയ ദർശനം ഇല്ലാത്തവര് ഹ്രസ്വ ദൃഷ്ടിയേ ഉള്ളൂ. അവൻ ഇവിടെ കൊണ്ട് ഇന്നോ നാളെ കഴിഞ്ഞ് അടുത്ത വർഷമോ ഉള്ള കാര്യത്തെക്കുറിച്ച് മാത്രം കാഴ്ചപ്പാട് ജീവിതവുമായിട്ട് ഒരു പരങ്ങലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവർ ഈ ദൈവവചനം പറയപ്പെടുന്നത് പോലെ ഹ്രസ്വ ദൃഷ്ടിയുള്ളവരാണ്, നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തവരാണ്. ആമേൻ. അവരെന്തൊക്കെയായിരിക്കും? അവർ ദൈവനാമത്തിന് ഒരു ഗുണം ഉണ്ടാകത്തില്ല, അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ഫലവും ചെയ്യത്തില്ല. അവർ ജസ്റ്റ് ജീവിച്ച് അന്നേക്കുള്ള കാര്യം നേടി വെറും ജാതികളെ പോലെ ജീവിച്ചു പോകുന്നവരാണ് കാണുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതം അതല്ല. ദൈവനാമത്തിന് വേണ്ടി ഫലപ്പെടുകയും അവന്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധ കാര്യങ്ങൾ ഉദ്ദേശിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഫലം കൊടുക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഫലമില്ലാതെ വെറുതെ മറ്റുള്ളവരെന്നും നമ്മളെ കൈക്കുഞ്ഞായിട്ട് എടുത്തു നടക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിലും കുറെ കൈക്കുഞ്ഞുങ്ങളുണ്ട്. എന്നും അവരെ
ചുമന്നുകൊണ്ട് നടക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഉപവസിക്കണം, അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കണം. പക്ഷെ ഇവരൊരിക്കലും പ്രാപ്തി എടുക്കത്തില്ല, ഇവരൊരിക്കലും വളരത്തില്ല, ഇവരൊരിക്കലും മുതിരത്തില്ല. ആത്മീയ വിഷയം എപ്പോഴും ഇവർക്ക് തലവേദനയായിരിക്കും. അങ്ങനെയുള്ളവർ ആത്മീക ശിശുക്കളാണ്. അങ്ങനെയുള്ളവർ വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ നീ ഹ്രസ്വദൃഷ്ടിയോടുകൂടി ഇരിക്കും. ദൈവരാജ്യത്തിൽ നീ കടക്കുകയില്ലെന്ന് മനസ്സിലാക്കരുത്. ദൈവരാജ്യത്തിൽ നീ കടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ദൈവം പ്രതീക്ഷിക്കുന്ന അളവിൽ നീ ഒരുക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നാം ഇന്ന് എടുക്കുവാൻ, ഞാൻ ഇന്ന് ആരംഭത്തിൽ പറഞ്ഞുവല്ലോ, പറയപ്പെടുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ ആഗ്രഹിച്ച രണ്ട് പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അവർ സ്തോത്രം എങ്ങനെയാണ് ക്രിസ്തുവ ദൃഷ്ടിയുള്ളവരും, അടുത്തത് ക്രിസ്തുവ ദൃഷ്ടിയുള്ളവനും, 9-ാം വാക്യം, തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം. അപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇവര് ഹ്രസ്വ ദൃഷ്ടിയുള്ളവരായിട്ട് നിത്യതയെ കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ വരുന്നതിനുള്ള പ്രധാന കാരണം, ഇവർക്ക് സ്തോത്രം മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നുപോയവരാണ് ഇവർ. ഹല്ലേലൂയ. മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നുപോയ ചിലരെ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ കാണാം. സ്തോത്രം പഴയ നിയമ ചരിത്രത്തിൽ വായിക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. പഴയ നിയമ വചനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോ സ്തോത്രം ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിക്കൊണ്ടു പോവുകയാണ്. അവരെ മിസ്രൈമിൽ അന്ന് ഫറവോയുടെ ആധിപത്യത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോ ദൈവം അവരെ തന്റെ രാജ്യമാക്കി യാക്കോബിനോട് വാഗ്ദത്തം ചെയ്ത ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്ത നിവൃത്തിക്കായിട്ടാണ് ഇസ്രായേൽ മക്കളെ 400 വർഷത്തെ പ്രവാസത്തിന് ശേഷം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ ഒരു വലിയൊരു പദ്ധതി, ഇവർ വളരുകയും അതുപോലെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യണം എന്നുള്ള വലിയൊരു ഉദ്ദേശമാണ് ശരിക്കും സ്വർഗത്തിലെ പിതാവിന് ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ളത്. അപ്പോൾ ആ പദ്ധതിയിലേക്ക് അവർ എത്തുന്നതിന് സ്തോത്രം ഒത്തിരി കടമകൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി, ഒത്തിരി പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ആ യാത്രയിലെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം, അവര് ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലുവാൻ തുടങ്ങി. നമ്മൾ ഇന്ന് ചില വിഷയങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പകർന്നേരം നമുക്കൊന്ന് ചിന്തിക്കണം. അതിന് മുന്നോടിയായിട്ട് സ്തോത്രം സ്തോത്രം 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമ്മൾ വായിക്കും. സ്തോത്രം യൂദായുടെ ലേഖനം 1-ാം അധ്യായം സ്തോത്രം അതിന്റെ 5-ാം വാക്യം. യൂദായുടെ ലേഖനം ഒരു അധ്യായമുള്ളൂ, അതിന്റെ 5-ാം വാക്യം സ്തോത്രം വായിക്കാം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇവിടെ യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദ ഇവിടെ വളരെ ഒത്തിരി വിഷയങ്ങൾ സ്തോത്രം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ യൂദായുടെ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂദായുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഹാനോക്ക് പറഞ്ഞ വചനങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂദായുടെ പുസ്തകത്തിലാണ്, ഈ പറഞ്ഞ ലേഖനത്തിലാണ്. അപ്പോൾ ഈ ലേഖനത്തിൽ യൂദ ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു, വിശ്വസിക്കാത്തവരെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പരമപ്രധാനമായ ചില അധ്യായങ്ങളും ചില പുസ്തകങ്ങളുമാണ് ബൈബിളിലെ ഈ പറയപ്പെട്ട ഭാഗങ്ങൾ. കാര്യം ദൈവസഭയ്ക്ക് കൊടുക്കുന്ന വാണിങ്സ്, നിർദ്ദേശങ്ങള്, സ്തോത്രം അതിൻ്റെ അകത്ത് അപകട സൂചികകൾ പലതും അപ്പോസ്തലന്മാര് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് യൂദയുടെ ലേഖനത്തിൽ പറയുകയാണ്. സ്തോത്രം മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ ഒരിക്കൽ വിടുവിച്ചു. അവിടെ പറയും, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇച്ഛിക്കുന്നെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചു, സ്തോത്രം മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ട് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിക്കുന്ന ഒരു ദൈവം, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിക്കുന്ന ഒരു ദൈവം. ഇതെന്തിനാ പുതിയ നിയമസഭയോട് പറയുന്നത്? പുതിയ നിയമസഭ ദൈവത്തിന്റെ ഒരു സെക്കൻഡ് പ്രോജക്റ്റാന്ന് ഓർക്കണം. പക്ഷെ നമ്മളെ കുറിച്ചുള്ള പ്രോജക്റ്റ് അനാദി നിത്യതയിലുള്ള പ്രോജക്റ്റാണ്. സ്തോത്രം. നമ്മെക്കുറിച്ചുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് പിതാവിന്റെ മടിയിൽ പുത്രനാകുന്ന യേശു കർത്താവ് വസിക്കുമ്പോൾ ഒന്നും ഒഴിവാകാതിരിക്കുമ്പോൾ തന്നെ പിതാവിന്റെ തിരുഹൃദയത്തിലെ പദ്ധതിയായിരുന്നു ദൈവസഭ എന്നുള്ള പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ ആ പ്രൈം പ്രോജക്റ്റ് വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ കണ്ടീഷൻസ് എല്ലാവർക്കും ഒരുപോലെയാണ്.
കർത്താവ് വിടുവിച്ചു കൊണ്ടുവരും. അടുത്തത് വിശ്വസിക്കാത്തവരെ വഴിയിൽ നശിപ്പിച്ചു കളയുന്ന ഒരു ദൈവത്തെയാണ് യൂദയുടെ ലേഖനത്തിൽ ഇവിടെ ദൈവസഭയോട് യൂദ പറയുന്നത്. കാര്യം ഈ ദൈവം ഇങ്ങനെയാണ്. കാര്യം വിശ്വാസത്തിൽ ഇറങ്ങും, പക്ഷേ അത് മുഴിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവം അങ്ങനെയുള്ളതിനെ നീക്കിക്കളയുന്ന ദൈവമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് നാം ഈ വായിച്ചത്. വ്യക്തമാകണം അവരിൽ. എന്താണ് അതിന്റെ മറ്റൊരു വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസ് 10-ാം അധ്യായം, 1 പത്രോസ് 10-ാം അധ്യായം അതിന്റെ അതിന്റെ 5-ാം വാക്യം, 10-ന്റെ 5-ാം വാക്യം. ആ പാറ ക്രിസ്തു ആയിരുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം 10-ന്റെ 6-ാം വാക്യം വായിക്കുന്നു. 1 കൊരിന്ത്യർ 10-ന്റെ 6-ാം വാക്യം വായിക്കുന്നത്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ച ഒരു ചരിത്രമാണ്. ഇസ്രായേൽ മക്കളെ, വിശ്വസിക്കാത്തവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞ സംഭവം, വാഗ്ദത്ത നാട് കാണാതെ അവർ നീക്കപ്പെട്ട സംഭവം, ഇത് നാമും ചിന്തിക്കേണ്ട വിഷയമാണെന്ന് വളരെ ശക്തമായിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ അകത്ത് വ്യക്തമാക്കുകയാണ്. കാര്യം ജനം പുറപ്പെട്ടു വന്നു, അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല. ശ്രദ്ധിക്കണം, എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ? ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണോ ഞാൻ നിങ്ങൾ നയിക്കുന്നത്? അത് വളരെ ശക്തമായി നാം ഇന്ന് പകൽനേരം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ആ ഭാഗം ഒന്നും കൂടെ വായിക്കാം. അതിന്റെ 10-ന്റെ 1 മുതൽ ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിന് പകരം നമ്മൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയാണ് നമ്മൾ സ്നാനപ്പെട്ട് കർത്താവിനെ യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ചേർന്നിരിക്കുന്നത്. കർത്താവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നതുപോലെ ഇസ്രായേൽ മക്കൾ അവര് വെള്ളത്തിലൂടെ കടന്നപ്പോൾ അത് സ്നാനത്തിന് മുൻകുറിയായിരുന്നു. ദൈവസന്നിധിയിൽ അത് കണക്കാക്കപ്പെടുന്നത് സ്നാനമായിട്ടായിരുന്നു. ആ സ്നാനം ഏറ്റ് ആരോട് കൂടെയാ ചേർന്നത്? മോശയോട് കൂടെയാണ് ചേർന്നത്. അടുത്ത് വായിച്ചേ. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അപ്പോ വളരെ ശ്രദ്ധിക്കണം, ഈ പറയുന്ന ചരിത്രം പൗലോസ് പറയുമ്പോൾ ഇസ്രായേൽ ചരിത്രത്തിലെ ഓരോ സംഭവങ്ങളും നമുക്ക് എഴുതി ദൈവം എഴുതുന്ന സമയത്ത് നാം ദൈവത്തെ പ്രസാദിപ്പിച്ചോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല, ദൈവത്തിന്റെ പ്രൊസീഡിങ്സിനും വ്യത്യാസം വന്നിട്ടില്ല, വ്യവസ്ഥകൾക്കും ദൈവത്തിന്റെ ക്രിയകൾക്കും വ്യത്യാസം വന്നിട്ടില്ല. ദൈവം കൃത്യമായി ദൈവത്തിന്റെ ശാസന നടപടികളെ, ദൈവത്തിന്റെ ശിക്ഷാ നടപടികളെ വ്യക്തമായി വെളിപ്പെടുത്തുമെന്ന് അണുവിട വ്യത്യാസമില്ലാതെ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്ന വാക്യം ശ്രദ്ധിക്കണം, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളിനി എടുക്കാൻ പോകുന്ന ചില ഭാഗങ്ങള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. മോശയോട് കൂടെ ചേർന്ന ജനത്തിന് എന്നാ പറ്റി? അവരെപ്പോ മുതലാണ് ദൈവത്തിന്റെ ഇടപെടൽക്കും വ്യത്യാസം വന്നതെന്ന് വളരെ ചിന്തിക്കണം. ആമേൻ. നാം അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അടുത്ത എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അപ്പോ ആ പാറ ക്രിസ്തുവായിരുന്നു. ഞാനൊരു കാര്യം പറയാം, നമുക്ക് ആ രംഗം ഒന്ന് നോക്കാം. അവിടെ ചില കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നു. ആമേൻ. അവിടെ എങ്ങനെയാണ് ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചെങ്കിൽ നാം ഇന്ന് സഭയായിട്ട് ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് ദൈവിക വിഷയത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കണം. ഈ സാഹചര്യങ്ങൾ
സ്തോത്രം ഇന്ന് ദൈവസഭയ്ക്കകത്തുണ്ടോ? എത്ര പേര് ഇത് തിരിച്ചറിയുന്നുണ്ട്? നമുക്കിന്ന് പകൽ നേരം അതൊന്നും നമുക്കൊന്ന് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം സ്തോത്രം അതിന്റെ 15-ാം അധ്യായം, 15-ാം അധ്യായത്തില് അതിന്റെ 22-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 15-ാം അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് കയറി മറുകരയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ശക്തമായ ഒരു ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാണ്. കാര്യം ചെങ്കടല് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. ചെങ്കടല് സ്തോത്രം പിളരുക, ചെങ്കടൽ പിളർന്ന് സ്തോത്രം അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുക എന്നുള്ളത് സ്തോത്രം നമ്മൾ അവിടെ കാണാൻ ഇടയായിത്തീരുന്നു. സ്തോത്രം അതിന്റെ ആ ഭാഗം ഒന്ന് വായിക്കാവോ? സ്തോത്രം 15-ന്റെ 22 മുതൽ വായിച്ചേ. ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ അശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയപ്പോൾ മാറായിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കൈക്കുള്ളതായിരുന്നു. അതുകൊണ്ട് മാറാ എന്ന് പേരിട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഈ ഇസ്രായേൽ ഹിസ്റ്ററിക്കകത്ത് നോക്കുമ്പോൾ ഏറ്റവും ഒരു ഗോൾഡൻ ടൈം എന്ന് വേണേ കാണാവുന്ന ഒരു സമയമാണ് ഈ വിടുതലിന്റെ വിഷയത്തിൽ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വരുന്ന രംഗം. അപ്പോ വിടുവിക്കപ്പെട്ടു വരുന്ന രംഗത്തിൽ ഇവിടെ മോശയുടെ നേതൃത്വത്തിൽ ജനം 6.5 ലക്ഷം ജനം, പുരുഷന്മാർ തന്നെ 6.5 ലക്ഷം പേരാണ്. ആമേൻ. കാര്യം പുരുഷന്മാരുടെ കണക്കേ പുസ്തകത്തിൽ പറയുന്നുള്ളൂ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒന്നും കണക്ക് അവിടെ പറയുന്നില്ല. ഇത് പോരാഞ്ഞിട്ട് പല നന്മകൾ കൊണ്ടാണ് അവർ പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ ആ നിലവാരത്തിൽ പുരുഷന്മാര് തന്നെ 6.5 ലക്ഷം വരുന്ന ജനമുണ്ടെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ഈ ജനം പുറപ്പെട്ടു വന്നു, ചെങ്കടൽ കടന്നു. 15-ാം അധ്യായം നമ്മൾ നോക്കുമ്പോ അവിടെ മിരിയാം തപ്പെടുത്ത് ആർക്കുന്ന രംഗം നമ്മളിവിടെ കാണുന്നുണ്ട്. 15-ാം അധ്യായം എന്ന് പറയുന്നത് തപ്പെടുത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന രംഗമാണ്. ദൈവം ചെയ്ത അതിശയങ്ങളെ ഓർത്ത് മഹത്വപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ ഇവിടെ മിരിയാമിന്റെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ മിരിയാമിനെ ദൈവം ഉപയോഗിക്കുന്ന ഒരു രംഗം. കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. ഇവിടെ ഈ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോ ഈ മിരിയാം ശക്തമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ അവിടെ വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് സ്തോത്രം ദൈവം തന്റെ ഭുജവീര്യത്താൽ, ജീവനുള്ള ദൈവം തന്റെ ഭുജവീര്യത്താൽ ദൈവജനത്തെ പുറപ്പെടുവിച്ചത്. ശത്രുവിന് എന്ത് സംഭവിച്ചു വ്യക്തമായി ഇവരുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. ശത്രുവിന് വരുന്നത് കണ്ണാൽ കണ്ടു ഇവര്. അപ്പോ ഈ കണ്ണാൽ കണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വായിക്കാം അല്ലെ. ഇപ്പൊ വായിച്ച വാക്യം എവിടെയായിരുന്നു? 20-ാം വാക്യം അല്ലെ. നമുക്കവിടെ സ്തോത്രം 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 അതിന്റെ സ്തോത്രം സ്തോത്രം 3-ാം വാക്യം ഒന്ന് വായിച്ചു. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന അവന്റെ നാമം. നാമം അവൻ കടലിൽ തള്ളിയിട്ടു. കണ്ടോ ഇവിടെ പറയുന്നത് കല്ലുപോലെ, കല്ല് വെള്ളത്തിലിട്ടാ താന്നു പോകുന്നത് പോലെ ഒരു കാഴ്ച അവരെ അവിടെ കണ്ടു. അത് സ്തോത്രം വായിച്ചോ. കണ്ടോ അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോ ഫറവോന്റെ രഥങ്ങളിലും സൈന്യങ്ങളിലും അവിടെ കടലിൽ തള്ളിയിട്ടു. അവന്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. രതിപ്രവരന്മാർ എന്ന് പറയുന്നത് അവരുടെ ഒഫീഷ്യൽസിൽ ഏറ്റവും സെലക്ടഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ കൊന്നുകളഞ്ഞെന്നാ പറയുന്നത്. മനസ്സിലാക്കണം. ഏറ്റവും ഹയർ റാങ്കിലുള്ളതും എഫിഷ്യന്റ് ആയിട്ടുള്ളവരും എല്ലാ ക്വാളിറ്റീസിലും അവരുടെ എക്സലന്റ് ആയിട്ടിരിക്കുന്ന ഓഫീസേഴ്സ് ആണ്. അവരെ കൊന്നുകളഞ്ഞു എന്നാണ് ഇവിടെ സ്തോത്രം ഇവിടെ മിരിയാം പാട്ട് പാടുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം എല്ലാ ശ്രേഷ്ഠമായതിനെ കാണുന്നുണ്ട്. ആമേൻ. അടുത്ത് വായിച്ചേ. തകർന്നു കളഞ്ഞു. അയക്കുന്നു, ദഹിപ്പിക്കുന്നു. വെള്ളം
ഒന്നിച്ചുകൂടി പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ളവക്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. നിന്റെ കാറ്റിനെ നീ കുടിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ കൈവെള്ളത്തിൽ കാണും. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? മഹിമയുള്ളവനെ, തുതികളിന്മേൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാര്? ഭൂമി അവരെ വിഴുങ്ങി, നീ വീണ്ടെടുത്ത ജലത്തെ ദയയാൽ നടത്തി, നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ പേർത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ടു നടത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം ഇവിടെ മിരിയാം പാട്ട് പാടുമ്പോൾ ഈ ഫറവോനെയും ഫറവോന്റെ ഒഫീഷ്യൽസിനെയും കൊന്നു കളഞ്ഞ വിധങ്ങൾ, സ്തോത്രം, ഫറോയും ഫറവോന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ നേതൃത്വങ്ങളും പറഞ്ഞു ഞങ്ങൾ അവരെ കൊന്നു മുടിക്കുമെന്ന് പറഞ്ഞ വാക്ക് ആര് കേട്ടു? ഈ ഇസ്രായേൽ മക്കൾ കേട്ടു. ഇത് കേട്ടോണ്ടാണെന്ന് നോക്കണം വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നത്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയും, വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടക്കുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കണം. അപ്പൊ വിശ്വാസത്താൽ ചെങ്കടൽ കടക്കാനുള്ള സാഹചര്യം ഏതായിരുന്നു? ഈ ഫറവോനും അവന്റെ കൂടെ ഉള്ളവരുടെ ഭീഷണി വാക്ക് കേട്ടപ്പോൾ അവർ വിശ്വസിച്ച് ചെങ്കടൽ കടക്കുവാൻ ഇടയായിത്തീർന്നു. കാര്യം, പുറകിൽ വൈരികളും പ്രതിസന്ധികളും ഇല്ലെങ്കിൽ ഇവര് ചെങ്കടൽ കടക്കേണ്ട സാഹചര്യമില്ല. ചെങ്കടൽ കടക്കേണ്ട സാഹചര്യം പുറകിൽ അവരെ വിഴുങ്ങുവാൻ ശത്രുക്കൾ എഴുന്നേറ്റപ്പോഴാണ് വിശ്വാസത്താൽ, സാഹചര്യം കൊണ്ട് അവർ വിശ്വസിച്ചു, സാഹചര്യം കൊണ്ട് വിശ്വസിച്ച് അവർ പുറപ്പെടുവാൻ ഇടയായി തീർന്നത്. അപ്പൊ ഇതൊക്കെ വിശ്വാസത്തിന്റെ ആദ്യ കാലഘട്ടം. നാം വിശ്വാസത്തിൽ വന്നപ്പോൾ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ വിശ്വാസത്താൽ പല കാര്യങ്ങളും ചെയ്തിട്ടില്ലേ? മനസ്സിലാക്കണം, അത് സാഹചര്യത്താൽ നാം വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവം അവിടം കൊണ്ട് ആ വിശ്വാസം ദൈവം ആഗ്രഹിക്കുന്നതല്ല. അത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നിഴലിലാണ് നമ്മൾ വിശ്വസിച്ചത്. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിലാണ് നാം വിശ്വസിച്ചത്. റിസ്ക് ഇല്ലാത്ത വിശ്വാസമാണ്. എന്നാൽ അടുത്തത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശ്വാസം ശരിയായ വിശ്വാസമാണ്. ശരിക്കും നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. പത്രോസിനോട് ചോദിച്ചു, പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3.5 വർഷം ഞാൻ നിന്റെ കൂടെ ഇരുന്നതാ. പക്ഷേ നീ എന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് പല അത്ഭുതങ്ങളും അടയാളങ്ങളും പത്രോസെ നീ കണ്ടു. അവസാനം നീ വാസമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു ചോദ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ പിന്നീടുള്ള ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കേണ്ട സാഹചര്യത്തിലൂടെ പത്രോസ് കടന്നുപോയെന്ന് ചരിത്രം വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇവിടെ സാഹചര്യത്തിന്റെ നടുവിൽ വിശ്വസിച്ച് സ്തോത്രം, അത് സ്നാനത്തിന് മുൻകൂറി അവർ ചെങ്കടൽ കടന്നു, മോശയോടുകൂടെ ചേർന്നു. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 കാര്യം നമ്മൾ പറഞ്ഞു. ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അടുത്തത് ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി കണ്ട് അവിടെ ചില ജാതികൾ നടുങ്ങുന്നുണ്ട്. ആമേൻ. ആ ജാതികളെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? ഭീതി പിടിച്ചിരിക്കുന്നു. കമ്പം പിടിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഇത്രയും ജാതീയ രാജാക്കന്മാരും ജാതികളായി സ്തോത്രം യോർദാൻ അപ്പുറത്തായിട്ട് കിടക്കുന്ന പല ജാതികളെ അവിടെ അവർക്ക് വല്ലാത്ത പരിഭ്രമമുണ്ടായി. അപ്പോൾ ഇവരുടെ പുറപ്പാട് അനേകർക്ക് പരിഭ്രമം ഉണ്ടാകും. നമ്മുടെ എല്ലാം ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഇതുപോലെ ദൈവം ചില മേഖലകളിൽ, ഭയമില്ലാതിരുന്ന ചില മേഖലകളിൽ പരിഭ്രമം അയക്കുന്ന ചില ദൈവപ്രവർത്തികൾ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കണ്ടെങ്കിൽ അത് മാത്രം സ്തുതിച്ചുകൊണ്ടിരിക്കേണ്ടവരല്ല നമ്മള്. മിരിയാമിന്റെ പാട്ടിന്റെ സ്റ്റാൻഡേർഡ് ശ്രദ്ധിക്കണം. ഇത് ആരംഭ കാലഘട്ടത്തിലെ പാട്ടാ. പക്ഷെ ആ പാട്ട് പാടി വാക്തത്വനാട്ടിൽ കയറാൻ പറ്റത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. മിരിയാമിന്റെ പാട്ട് കൊണ്ട് വാക്തത്വനാട് കടക്കത്തില്ല. പ്രശ്നം, മിരിയാമിന്റെ പാട്ട്, അവള് പ്രവാചകയാണ്, അവൾ പാടി ആരാധിച്ചപ്പോൾ പലരും കൂടി പാടുവാൻ ആരാധിക്കാറുണ്ട്. അവരുടെ പാട്ടിന്റെ ഒറ്റ കാര്യമുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഫറവോനും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടു. ദൈവത്തിന്റെ മഹാപ്രവൃത്തിയും ഭുജവീര്യവും നിമിത്തം ജാതികൾക്ക് പരിഭ്രമം ഉണ്ടായി.
മിരിയാമേ, നിന്റെ ഈ പാട്ട് ഇവിടെ വെച്ച് പാടാനേ ഉള്ളത്തുള്ളൂ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ നിന്റെ ഈ പാട്ടിന്റെ സ്ഥാനത്ത് സ്വന്തം ദൈവം പാടിപ്പിക്കുവാൻ ഇരിക്കുന്നത് വേറെ ചില അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കണം. അനേകർ ആരംഭ കാലഘട്ടത്തിൽ പലതും ചെയ്യും. നമ്മുടെ പലരുടെ സാക്ഷ്യം ആരംഭ കാലഘട്ടത്തെ കുറിച്ച് മാത്രമാ. പിന്നത്തേതിലൊന്നോ പലർക്കും പറയാനില്ലാത്തൊരു കാര്യം, മരുഭൂമിയിലേക്കാണ് ഇറങ്ങുന്നത്. മരുഭൂമിയിൽ ഇറങ്ങുമ്പോൾ നീ നേരിടുന്ന പ്രതിസന്ധിയെയാണ് ഇന്ന് പകൽ നേരം നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. കാര്യം നമ്മുടെ കുറിവാക്യം ഇതാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മിരിയാമിന്റെ പാട്ടിന്റെ അവിടെ ദൈവം പ്രസാദിച്ചോ? ഒന്നും പറയുന്നില്ല. അവിടെ നമ്മൾ പാടണമെന്നേ, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലാക്കണം. ചിലരോട് ചോദിച്ചാൽ വർഷമായി 10, 30, 40 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് ചോദിച്ചാൽ ഇറങ്ങിയ ആരംഭ കാലഘട്ടത്തെ കുറിച്ച് മാത്രം പറയും. ഇന്ന് ദൈവം ചെയ്തതിനെ കുറിച്ച് പറയാൻ ഒന്നും അറിയത്തില്ല. അന്ന് ഫറവോന്റെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതും കനാന്യ രാജാക്കന്മാർ നടുങ്ങിയതുമായ കാര്യം പറഞ്ഞ് വർഷങ്ങളോളം വേറൊന്നും ചെയ്യാതെ മരുഭൂമിയിൽ സ്റ്റെപ്പ് വയ്ക്കാതിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഞാൻ. എന്താ കാരണം? ഹല്ലേലൂയ. അതെന്താണെന്നാ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കണമേ. സോ അത് നമ്മളെ നിർത്തിയിരിക്കുന്നത് മരുഭൂമിയിലാ. ഈ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇതാണ് നമ്മുടെ മേലുള്ള വിളിയുടെ ഉദ്ദേശം. മരുഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതിന് ഒത്തിരി വില കൊടുത്തേ കഴിയത്തുള്ളൂ. തുടർന്നൊന്ന് വായിക്കാവോ? തുടർന്നൊന്ന് വായിച്ചേ. തുടർന്ന് വായിച്ചു. ഓക്കെ. അങ്ങനെ നിന്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെയെല്ലാം മിരിയാം ദൈവത്തിലേക്ക് നീ ചെയ്തു കർത്താവേ, നീ യഹോവ സർവശക്തനാണ്, നിന്റെ ഭുജവീര്യത്താൽ നീ പ്രവർത്തിച്ചു, നീ ഉന്നതനാണ്, സ്തുത്യനാണ്, നിന്റെ കരുണയും ദയയും സകല സൃഷ്ടികളെക്കാൾ വിശാലമാണ്. ഇതൊക്കെ സ്തുതി അങ്ങോട്ട് കൊടുത്തു. റെസ്പോണ്ട് അങ്ങോട്ടാണ്. ശ്രദ്ധിക്കണം. ഫസ്റ്റ് റെസ്പോൺസ് നീ ഉന്നതനാണ് കർത്താവേ, സ്തോത്രം, കാര്യങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തുക, ഹല്ലേലൂയ. പക്ഷെ ദൈവം ഇങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത്. അനേകര് അങ്ങോട്ട് സ്തുതി കൊടുക്കാൻ റെഡിയാ. നീ വല്ലതും കേൾക്കുന്നുണ്ടോ? ചിലര് 30, 40 വർഷമായി വിശ്വാസത്തിൽ ഇങ്ങോട്ടൊന്നും കേൾക്കാത്തവരുണ്ട്. ഒരു ദൈവശബ്ദം പോലും കേൾക്കാതിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ആ ഭാഗം നമുക്ക് തുടർന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത് സ്തോത്രം. നിന്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവേ, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ തന്നെ യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. എന്നാൽ ഫറവോന്റെ കുതിര, അവന്റെ രഥവും കുതിരപ്പടയും കുതിരപ്പടയുമായി കടലിനെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി ഇസ്രായേൽ മക്കളോ കടലിന്റെ നടുവിൽ കടന്നുപോയി. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാവരും തപ്പോടും കൂടെ അവരുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതികാരമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ട് പാടുവിൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരിക്കുന്നവരെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. കുതിരയെയും അതിന്റെ മുകളിൽ ഇരിക്കുന്നവനെയും ദൈവം കടലിൽ തള്ളിയിട്ടു. അപ്പോൾ പാട്ട് നന്നായിട്ടുണ്ട് അല്ലേ? പാട്ട് നല്ലൊരു പാട്ടാണ് പാടിയത് അല്ലേ? നല്ല അർത്ഥവത്തായ പാട്ടാ പാടിയത്. അടുത്തത്, നീ വെള്ളത്തിന്റെ ചാര ഇരുന്ന് പാടി, ഇനി നീ മരുഭൂമിയിൽ പാടാൻ കൊള്ളാവോ? അടുത്ത ഭാഗം വായിച്ചു തുടങ്ങിയേ. 22-ാം വാക്യം മുതൽ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവൻ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ. ശ്രദ്ധിക്കണം കേട്ടോ, ദൈവത്തിന്റെ പ്രൊസീജിയർ ശ്രദ്ധിക്കണം. ഇനി നീ നടക്കുവാനിരിക്കുന്നത് എങ്ങോട്ടാ? മരുഭൂമി. 3 ദിവസം വെള്ളം കിട്ടിയില്ല, നടക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇവര് നടക്കുവാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ദാഹിച്ചു. നമ്മൾ ഇതൊക്കെ ചിന്തിക്കുമ്പോ എല്ലാരും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് ഈ കഥ അറിയാലോ, പിന്നെന്തിനാ ഇത് പിന്നെ പറയും? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഥ നമുക്കറിയാം, പക്ഷെ അനുഭവത്തിൽ നമ്മൾ ദൈവപ്രസാദം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഥയല്ല കേൾക്കേണ്ടത്, ഇതിന്റെ അകത്ത് ദൈവിക ഇടപെടലാ കാണുന്നത്. ആമേൻ. ചിലർക്ക് ഇന്നും വർഷങ്ങളായിട്ട് ഇത് കഥയായിട്ട് ഇരിക്കുകയാ.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് കഥയായിട്ടിരുന്ന നിന്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും? ഹല്ലേലൂയ. ചിലർക്ക് ക്രിസ്തു ദൃഷ്ടിയാണ്, മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നുപോയി ചിലര്. ഹല്ലേലൂയ. ആ മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നുപോയി. സ്വന്തം തുടർന്ന് വായിക്കാം അവിടെ. സ്വന്തം മാറയിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിക്കകത്ത് ഇപ്പൊ അവർ ചെന്ന് എത്തിയേക്കുവാണ്. അവരുടെ മുമ്പിൽ വെള്ളമുണ്ട്, പക്ഷെ അത് കുടിക്കുവാൻ കഴിയാത്ത സാഹചര്യം. അവരുടെ മുമ്പിലെ വെള്ളം അവർക്ക് ഗുണപ്പെടാത്ത സാഹചര്യത്തിൽ ഇപ്പൊ നിൽക്കുകയാണ്. കുടിക്കുവാൻ കഴിഞ്ഞില്ല. അടുത്തത്, അത് കയ്പുള്ളതായിരുന്നു. അടുത്തത്, അതിന് മാറ എന്ന് പേരിട്ടു. ഓക്കെ. അപ്പോൾ ജനം നമ്മൾ ആദ്യം വായിച്ച ഇവർ ചെങ്കടലിൽ കൂടി കടന്ന് സ്നാനത്തിന് മുൻകൂറി അവർ മോശയോടുകൂടെ ചേർന്ന് നടന്നു എന്നാ പറഞ്ഞു അല്ലെ? മോശയോട് കൂടെ ചേർന്നു. ഇന്ന് നമ്മൾ കർത്താവിനോട് കൂടെ ചേരുന്നത് പോലെ അന്ന് ജനം മോശയോട് ചേർന്നു. എന്നിട്ട് ഇവരുടെ പരാതി തുറക്കുകയാണ്. ഇവരുടെ പരാതി എന്താണ്? ഒന്നാമത്തെ പരാതി എന്താണ്? പരാതി എന്തു കുടിക്കും. അടുത്തത്, മോശയുടെ നേരെ പിറുപിറുത്തു. ശ്രദ്ധിക്കണം, ഇന്ന് അനേകര് ഈ പിറുപിറുപ്പിന്റെ പിന്നിലാണ്. പുറമെ മിരിയാമിനെ പോലെ പാട്ട് പാടുന്നുണ്ട്, മിരിയാമിനെ പോലെ സ്തുതിക്കുന്നുണ്ട്, പ്രവാചകയാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ പിറുപിറുപ്പുണ്ട്. ദൈവനാമത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ചിലർക്ക് അരോചകമായിട്ടാണ് ചിലരുടെ ചെവി അതിന് തുറന്നിരിക്കുന്നത്. ദൈവപ്രവൃത്തിക്ക് വേണ്ടി സ്തോത്രം തിരിയുന്നില്ല. ആമേൻ. ആ ഭാഗം വായിക്കുമ്പോൾ എന്ത് ചെയ്തു? പിറുപിറുത്തു. ഇനി ഞാൻ പറയുന്നത്, നമ്മൾ ഒരു അധ്യായത്തിന്റെ ആരംഭ ഭാഗം മുഴുവനും മിരിയാമിന്റെ പാട്ടാണ്, സ്തുതിയോട് സ്തുതിയാണ്. ദൈവം അവിടെ ഒന്നും അനങ്ങിയില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സ്തോത്രം. കുറച്ച് കഴിയുമ്പോ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കയറുമ്പോ അവിടെ കാണുന്ന ഒരു വ്യക്തിയുണ്ട്, ഗിദെയോനെ കണ്ടപ്പോ ദൈവം പറഞ്ഞു പരാക്രമശാലി എന്ന്. എന്താ? ഉള്ള ഗോതമ്പ് ഇടിച്ചു പൊടിച്ച് അപ്പം ഉണ്ടാക്കി തിന്ന് മരിക്കാനിരിക്കുക. അപ്പോഴാണ് അവനെ വിളിക്കുന്നത് പരാക്രമശാലി എന്ന്. ദൈവത്തിന്റെ സ്വഭാവം ശ്രദ്ധിക്കണം. ഏതൊരു വ്യക്തിയുടെ ഭാവി കാലം നോക്കിയാണ് ഒരുവനെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കണം. വാഗ്ദത്ത നാട്ടിലിരിക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കിയാണ് ഇവരെ ചെങ്കടല് കടത്തി ഇവരെ കൊണ്ടുവരുന്ന സ്വർഗം. പക്ഷേ ഇവരുടെ യാത്രാമധ്യയിലും മാറ വരുന്ന കാര്യം ഇവർ ചിന്തിച്ചില്ല. ഇവര് ചിന്തിക്കുന്നത് മുഴുവനും ചെങ്കടല് വിളർന്നതുപോലെ ഇനി വഴി അങ്ങ് തുറക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലാവുന്നു? മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവര് പ്രസംഗിക്കും, നിന്റെ മകനെ ചെങ്കടല് പളർന്നത് മകനെ നീ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിൽ ഇനി നിന്റെ മുമ്പിൽ വഴികൾ തുറന്നു വെച്ചിരിക്കുകയാണ്, നീ ചെല്ലുകയും അത് പ്രാപിക്കുകയും ചെയ്യുമെന്ന് കള്ളപ്രവാചകന്മാരുണ്ടെങ്കിൽ അവിടെ പറയും. മനസ്സിലാവുന്നു? റിയാലിറ്റി മറ്റൊന്നാണ്. മറ്റൊരു യേശുവിനെ അവർ പ്രസന്റ് ചെയ്യുന്നത് ചെങ്കടല് വിളർത്തിയപ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് മകളെ നിന്റെ മുമ്പിൽ ദൈവം വഴി തുറന്നു തന്നെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നിന്നോടുകൂടെ ഇരുന്ന് നിനക്ക് വഴി തുറക്കുവാൻ കർത്താവ് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഒരു ഉപദേശം വന്നെങ്കിൽ ആ ഉപദേശം കൊണ്ട് എത്തിക്കാൻ പോകുന്നത് മകനെ നീ മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നു ക്രിസ്തു ദൃഷ്ടി ഉള്ളവനായി നിന്നെ തീർക്കാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. ക്രിസ്തു ദൃഷ്ടിയുള്ളവന്റെ ചിന്ത എന്നാന്നറിയാം? ഇപ്പൊ വാക്കത്ത് നാട്ടിൽ കയറി, ഇപ്പൊ കയറി. ഇവനെ ദൈവം കൊണ്ടുപോകാനിരിക്കുന്ന റൂട്ടിൽ കൂടെ ഇവനെ കൊണ്ടുചെല്ലുമ്പോഴാണ് ഇവന്റെ അകത്തിവൻ ഉള്ളത്തിൽ പ്രാപിച്ച വിശ്വാസം എന്താണ്? പരിശോധിക്കപ്പെടുന്നത്. മണലാരണ്യത്തിലൂടെ യാത്രികരാണ് യഥാർത്ഥ നിന്നെ മരുഭൂമി നിന്നെ തെളിയിക്കും. ചെങ്കടൽ നിന്നെ തെളിയിച്ചു, പക്ഷെ ഇനി മരുഭൂമി നിന്നെ തെളിയിക്കണം. മനസ്സിലാവുന്നുണ്ട്? അടുത്ത ഭാഗം വായിച്ചേ. അപേക്ഷിച്ചു, വൃക്ഷം കാണിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണം, ഇവിടെ അവസാനമായിട്ട് ദൈവം മോശയ്ക്ക് നേരെ ശാസനയോടുകൂടെ നോക്കിയ രംഗം ഏതാണെന്നറിയാവോ? ചെങ്കടലിന്റെ അടുക്കൽ വന്ന് ഇരുന്നപ്പോ അതിനുമൊക്കെ മുമ്പ്
മോശ പറഞ്ഞു, നീ വേറെ ആരെങ്കിലും സെലക്ട് ചെയ്തോ കർത്താവേ, എനിക്കിത് വേണ്ടെന്ന് എവിടെ പർവ്വതത്തിൽ വെച്ച് കണ്ടപ്പോൾ മോശ പറഞ്ഞു. അപ്പൊ നിന്നെ മാത്രമോട് സെലക്ട് ചെയ്തു, നീ തന്നെ പൊക്കോളാൻ പറഞ്ഞ് അവനെ വിട്ടു. അതിനുശേഷം ജനം പുറപ്പെട്ടെല്ലാം വന്നു കഴിഞ്ഞ് ചെങ്കടലിന്റെ അരികിൽ വന്ന് അവിടെ നിൽക്കുക. ചെങ്കടലിന്റെ അരികിൽ വന്ന് നിന്നപ്പോൾ അവിടെ കാണുന്ന രംഗം എന്താണെന്നറിയാവോ? അവിടെ ചെങ്കടൽ മുമ്പിലുണ്ട്. മോശ എന്ത് ചെയ്തു? മോശ അവിടെ ഇരുന്നോട്ട് കരഞ്ഞു. മോശ കരഞ്ഞപ്പോൾ ദൈവം മോശയ്ക്ക് നേരെ ശാസിച്ചു, നീ എന്താ ഇരുന്ന് കരയുന്നേന്ന് ചോദിച്ചു. നീ എന്താ ഇരുന്ന് കരയുന്നേ? നീ ഇപ്പൊ കരയാൻ തുടങ്ങിയ ഇനി എന്നൊക്കെ കാണാനിരിക്കുന്നത് ശരിയല്ലേ? ഇനി ചെങ്കടൽ കടന്ന് നീ എന്തൊക്കെ കാണാനിരിക്കുന്നുണ്ട്? ഇപ്പോ നിന്റെ ഏറ്റവും നല്ല അവസരമാണ്, സമയമാണ്. നിന്റെ ചരിത്രത്തിൽ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട രംഗമാണ് മോശെ വന്നിരിക്കുന്നത്. എന്താണ്? നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടി. ഈസിയാണ്. ചെങ്കടലിന് നേരെ നീട്ടി ദൈവം തന്നെ മൂക്കിലെ ശ്വാസത്താൽ എന്ത് ചെയ്തു? ആ ചെങ്കടല് രണ്ടായിട്ട് ചിറ പോലെ ദൈവം നിർത്തി. അത് ചെയ്തത് ദൈവം, പറഞ്ഞതും ദൈവം. റിസ്ക് ഒന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് സ്തോത്രം ദൈവസന്നിധിയിൽ വന്ന മോശയ്ക്ക് നേരെ സംസാരിച്ചു ജനം. നമ്മൾ വായിച്ചു, മോശയ്ക്ക് നേരെ ജനം സംസാരിച്ച ഉടനെ ദൈവത്തിന്റെ പ്രതികരണം ഇവിടെ വെളിപ്പെടുന്ന അടുത്ത ഭാഗം ഒന്ന് വായിക്കാം. അവിടെ വായിച്ചേ. അവിടെ വായിക്കുന്ന യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാം വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് കർത്താവ് നമ്മളെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചത് നമ്മളെ പരീക്ഷിക്കാനല്ല, നമ്മളെ രക്ഷിക്കാനാണ്. അതെ, കർത്താവ് നിന്നെ രക്ഷിച്ചത് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മളിത് തിരിച്ചറിയാതെ പോകരുത്. ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമാണോ? ഹല്ലേലൂയ. പരീക്ഷിച്ചു. എന്താണ് ആ വാക്യം വായിക്കുന്നത്? അവിടെ വെച്ച് അവൻ അവരെ ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. അടുത്ത വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളതും ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ ഇസ്രായേലിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. അതെന്തിനാ കർത്താവ് ഇവിടെ പറയുന്നേ? ശ്രദ്ധിക്കണേ, അതെന്തിനാ ഇവിടെ പറയുന്നേ? മിസ്രൈമിലെ ചാപ്റ്റർ ക്ലോസ് ചെയ്തില്ലേ? മിസ്രൈമിലെ അവസ്ഥകൾ ക്ലോസ് ചെയ്തില്ലേ കർത്താവ്? ഞങ്ങൾ അങ്ങനെയാണല്ലോ വിശ്വസിച്ച്, ഞങ്ങളെല്ലാം 6 ലക്ഷം വരുന്ന ജനവും കർത്താവ് അങ്ങനെ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം ഒന്നും മാറ്റാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്ന കുറെ പേരുണ്ട്. എന്താ? മിസ്രൈമിൽ വെച്ചാണ് നീ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മിസ്രൈമിലെ കൊന്നുകൊടുക്കാൻ 10 ബാധ അയച്ചത്. ഈ 10 ബാധകൾ അത് മിസ്രൈമിലേക്ക് വരേണ്ടതായിരുന്നു കർത്താവെ. അവർക്ക് മാത്രമേ വരത്തുള്ളൂ കർത്താവെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ സേഫ് ആയിട്ടിരുന്നത്. പക്ഷേ ചെങ്കടൽ കടന്ന് ഇങ്ങോട്ട് കയറി ഇവരൊന്ന് പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് തന്റെ ഡിമാൻഡ് തിരിച്ചങ്ങ് വെച്ചു. എന്താ വെച്ചത്? അവിടെ വായിക്കും, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. ഇന്ന് എത്ര പേര് ദൈവശബ്ദം കേൾക്കുന്നുണ്ട്? രക്ഷിക്കപ്പെട്ട നാള് ദർശനം കണ്ടവരും പ്രവചനം പറഞ്ഞവരും ദൂത് കേട്ടവരും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്തു. ഇന്ന് അതിനുശേഷം വീണ്ടും ജൂബിലി ആഘോഷിക്കാൻ സമയമായി. ഇതുവരെ പിന്നീട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പേര് വിശ്വാസത്തിലുണ്ട് അല്ലേ? എന്താ കാരണം? അന്നുള്ള അനുഭവം പിന്നീട് വരാത്തവരോട് ഇന്ന് പകർന്നേരം പറയാം. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം എന്താണ്? എന്റെ വാക്ക് കേട്ട്, എന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്. എത്ര പേര് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്? എത്ര പേര് കർത്താവിന്റെ പ്രമാണങ്ങൾ അറിയാം? നമ്മളിന്ന് വായിച്ച കുറിവാക്യത്തിൽ സ്തോത്രം, ദൈവം പ്രസാദിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. എത്ര പേർക്കറിയാം? ദൈവം അതേ പ്രോഗ്രാമാണ് സഭയ്ക്കകത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിറങ്ങി നിന്നെ ഒരു രക്ഷ ഒരു നാളത്തും നഷ്ടമായി പോകത്തില്ല, നീ കഷ്ടപ്പെടുവാൻ ഇടയാകത്തില്ല എന്നൊക്കെ പല ഉപദേശങ്ങൾ കിടക്കുകയാണ്. പക്ഷെ ഈ വചനം ശ്രദ്ധിച്ചോ? ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരെ ദൈവം പിന്നീട് ഇത് നീക്കിക്കളയും. അത് നമുക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരും മാറ്റപ്പെടുന്നത് കാണുമ്പോൾ അതിശയത്തോടെ നോക്കണ്ട.
അവര് ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കാണണം. അനേകർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അറിയത്തില്ല. ആമേൻ. അവര് പിന്നത്തേതിൽ ഇരുന്ന് പല പ്രതിസന്ധികൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. അധികം നാൾ ഈ ഓടത്തിൽ നിന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ സ്തോത്രം, ഇവർക്ക് വെള്ളം കൊടുത്തു. എങ്ങനെ? കയ്പ് വെള്ളം മധുരവെള്ളമാക്കി കുടിപ്പിച്ചിട്ട് അവരുടെ നാവിന് അത് മധുരമായി തീർന്നാലും ഉള്ളം കഴിച്ചു പോകുന്ന കാര്യം പിന്നീട് കേട്ടല്ലേ? ഉള്ളം കഴിച്ചു പോകുന്ന കാര്യം കേട്ടോ. എന്നാ കേട്ടത്? അവിടെ വായിക്കാം, ഒന്ന് വായിക്കാം. നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിച്ച് ചെയ്താൽ കണ്ടോ, ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും കണ്ടോ. അപ്പോൾ അത് വരുത്തുന്ന ദൈവമാണോ നീ? അതേ. കാര്യം ഞാൻ തന്നെയാണ് ഇറങ്ങിയ 10 ബാധയും ആ ജനത്തിന്റെ ഇടയിൽ വന്ന്. അതുകൊണ്ട് എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ സേവിക്കുന്ന എന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിവുണ്ട്? കരങ്ങൾ തീർക്കുന്നു മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ ബാധകൾ അവിടം കൊണ്ട് നിങ്ങൾ അവസ്ഥ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന മക്കളെ, നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ആണോ ഇടേണ്ടത്, കോമായാണോ ഇടേണ്ടത് എന്നുള്ളത് വരുന്ന നാളുകൾ നിങ്ങളുടെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവിടെ ചെയ്യുവാനിരുന്ന പലതും അന്ന് ചെയ്യാതെ വെച്ചതിന് കാരണം നിങ്ങളെ ഇനി മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ, ഈ രംഗത്ത് ദൈവം ഇത് പറയുന്ന കൂടെ നമുക്ക് മിരിയാമിന്റെ പാട്ടൊന്ന് പാടിയാൽ ശരിയാവോ? കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാ വേറെ ഞങ്ങളെ സ്തോത്രം ചെയ്ത പ്രൈസ് ആൻഡ് വർഷിപ്പ് കൊണ്ട് ദൈവത്തിന്റെ വ്യവസ്ഥ മാറുന്നില്ല. മനസ്സിലാകും? ദൈവത്തിന്റെ വ്യവസ്ഥ ഒരിക്കലും പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ അകത്ത് മാറുന്നില്ല. നമ്മൾ ശക്തമായി ആരാധിച്ച ദൈവം തന്റെ കൽപ്പനകളെ പുതിയതൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. എനിക്കറിയുന്നില്ല, വചനം പറയുന്നില്ല അങ്ങനെയൊന്നും. ആളുകൾ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഈ പാട്ടൊന്നും കർത്താവ് ഇപ്പൊ ഓർക്കുന്നില്ല. വിഷയം എന്താണെന്നറിയോ? മരുഭൂമിയിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യം പെരുകുമ്പോഴാണ് നിങ്ങളുടെ സ്വഭാവം വെളിപ്പെടുന്നത്. ശ്രദ്ധിക്കണമേ, നമ്മുടെ ആവശ്യം പെരുകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുന്നുണ്ടെങ്കിൽ നാം ഇന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. പണമില്ലാതെ വരുമ്പോൾ ഒരു സ്വഭാവം, ആരോഗ്യം നശിക്കുമ്പോൾ ഒരു സ്വഭാവം, സൗന്ദര്യം നശിക്കുമ്പോൾ ഒരു സ്വഭാവം, കൂട്ടുകാർ വിട്ടുപോകുന്ന ഒരു സ്വഭാവം, ബന്ധുക്കൾ ഇടപെടാതിരിക്കുമ്പോൾ ഒരു സ്വഭാവം, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കയറി വരുമ്പോൾ ഒരു സ്വഭാവം, വേണ്ടാത്തവരെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു സ്വഭാവം. ശ്രദ്ധിക്കണം കേട്ടോ, നീ മരുഭൂമിയിലാണ്. ഭാഗം ഒന്നും കൂടെ വായിക്കാം, ആ വാക്യം ഒന്നും വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന അരുളി ചെയ്തു. ഞങ്ങൾക്ക് ദാഹിച്ചപ്പോ നീ എന്തിനാ ഞങ്ങളുടെ രോഗത്തിന്റെ വിഷയം സംസാരിക്കുന്നത്? ഞങ്ങൾ ദാഹം മാറി ഇപ്പൊ ആശ്വാസം അനുഭവിക്കുമ്പോൾ ആശ്വാസത്തിന്റെ വചനമല്ലേ നൽകേണ്ടത്? ഞങ്ങൾ ആശ്വാസത്തോടു കൂടെ ഇപ്പൊ ഇരിക്കുകയാണ്. ദാഹിച്ച് 3 ദിവസമായി. നീ ഞങ്ങളുടെ സിറ്റുവേഷൻസ് കാണുന്നില്ലേ ദൈവമേ? ചിലരുടെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ചിലരിങ്ങനെ ഗാലറിക്ക് വേണ്ടി കളിക്കാൻ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്താണ്? സിറ്റുവേഷൻ അനുസരിച്ച് ദാഹം മാറുമ്പോൾ ഒരു പ്രാർത്ഥന, ദാഹം മാറിക്കഴിയുമ്പോൾ മറ്റൊരു പാട്ട്, അതിന്റെ കൂടെ പ്രത്യേകിച്ച് ആശ്വാസ വചനങ്ങള്. മനസ്സിലാക്കണമേ, ഇവരുടെ ഈ ദാഹം മാറിയത് കണ്ടുള്ള ആശ്വാസ വചനമൊന്നും പറയണ്ട. ഇവർ ഇനിയും ദാഹിക്കൂന്ന് മറന്നു പോകരുത്. മനസ്സിലാകുന്നുണ്ട്? ഇവന്റെ സ്വഭാവം ഇനിയും മാറും. കരങ്ങൾ ദൈവം മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അവന്റെ സ്വഭാവം ഇനിയും മാറും. ഇനിയും ദൈവത്തെ സ്വന്തം തിരിച്ചറിയുവാനായിട്ട് മനസ്സില്ലാതെ പോകരുത്. ഹല്ലേലൂയ. ഇനിയും നാം ദൈവത്തെ സ്വന്തം മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകരുത്. തുടർന്ന് വായിച്ചേ. പിന്നെ അവർ എലീമിലെത്തി. ഉണ്ടായിരുന്നു. പാളയം
ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘം ഒക്കെയും എലീമിനും സീനായിക്കും മധ്യേ ഉള്ള സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവർക്ക് ഓർമ്മശക്തി കുറവാ. ആർക്ക്? ജനത്തിന്. കാര്യം അവിടെ വളരെ ശ്രദ്ധയോടെ വേണം പോകുവാനായിട്ട്, അല്ലേ? സ്തോത്രം. നമ്മൾ ആ ഭാഗം ഒന്നും കൂടെ വായിച്ചോ, 16-ന്റെ 1 മുതൽ ഒന്നും കൂടെ വായിച്ചോ. അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു. പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യേ ഉള്ള സീൻ മരുഭൂമിയിൽ നിന്നു. സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവര് പറഞ്ഞ വാക്കിന്റെ അകത്ത് ദൈവക്രോധം വെളിപ്പെടുവാൻ സാധ്യതയേറുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇവര് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. സ്തോത്രം. അവിടെ പറയുന്നത് 3:16-3 ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കണം, ആരുടെ കയ്യാലാ? ഫറവോന്റെ കയ്യാലല്ല, യഹോവയുടെ കയ്യാൽ. ഈ കർത്താവ് മൂളി പറഞ്ഞത് എന്താ? ഞാൻ അവിടെ ചെയ്യുവാനിരിക്കുന്ന ബാധകളൊന്നും ഞാൻ ചെയ്യില്ലെന്നാ പറയുന്ന. ദൈവത്തിന്റെ ബാധ കൊണ്ട് മരിച്ച ഒരു ഇസ്രായേൽ മക്കളും ഇല്ലായിരുന്നു. മിസ്രയീമിലാ മരിച്ചത്. അപ്പൊ ഇവര് കണ്ടു എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ച് ചാകുന്നതെന്ന് കണ്ടു. ദൈവം ഓരോ മിസ്രയീമിനെ കൊല്ലുന്നത് കണ്ടു. അടുത്തത്, ഇവരുടെ ഉള്ളിലെ സ്വഭാവം ശ്രദ്ധിക്കണം. ദൈവം മഹത്വമായി ചെയ്തെടുത്ത കാര്യത്തെ വഷളായിട്ട് സംസാരിക്കാൻ റെഡിയാകുകയാണെന്ന് ഓർക്കണം ഇസ്രായേൽ മക്കള്. ഫറവോന്റെ കയ്യാൽ മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും അടിയുടെ എണ്ണം ഒന്ന് കുറയുമായിരുന്നു. ഇപ്പൊ പറഞ്ഞത് എന്താണ്? യഹോവയുടെ കൈ. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം, യഹോവ ഇത്ര ദുഷ്ടനാണെന്ന് ഇതുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാ ഈ ചിന്ത കയറിയത്? ഒറ്റ കാര്യമേ ഉള്ളൂ, തിരിഞ്ഞു നോക്കാം. ഫറവോനോന്റെ സൈന്യമില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ ദൈവത്തോട് കളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോനും സൈന്യവും ഇല്ലെന്ന് ഉറപ്പാക്കിയ പിന്നെ നിനക്ക് ഇഷ്ടം പോലെ ദൈവത്തിനെതിരെ പറഞ്ഞാലും കുഴപ്പമില്ല. നിന്നെ ചുമക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഈ ദൈവം എന്നുള്ള ചിന്ത കയറുന്നവനെല്ലാം ഇതുപോലെ ശാപവാക്ക് പറയാൻ തുടങ്ങും. യഹോവയുടെ കയ്യാൽ, ശ്രദ്ധിക്കണം, യഹോവയുടെ കയ്യാൽ. സ്തോത്രം. മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതെന്താ നീ അവിടെ വെച്ച് ആഗ്രഹിക്കാതിരുന്നത്? അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നല്ലോ. 400 വർഷം, 430 വർഷം, 30 വർഷം മുമ്പോട്ട് പോയി. എത്ര എണ്ണം തീർന്നു? അടുത്തത് നീ തീർന്നു പോകാനുള്ള സാഹചര്യം എത്രയുണ്ടായിരുന്നു? അപ്പോൾ ഇവൻ ഈ യാത്രയിലെല്ലാം ഈ യാക്കോബിന്റെ സന്തതികൾ പഠിച്ചതെന്നാണെന്നറിയാവോ? ഓരോ അനർത്ഥം വിട്ടുപോയപ്പോൾ ഇവന്റെ ഉള്ളിലെ ചിന്ത, ഞാൻ ഇനി തെറ്റ് ചെയ്താലും ഈ ദൈവത്തിനെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, അങ്ങനെ വിടുന്നവനല്ല ഈ ദൈവം എന്നുള്ളതായിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഈ മിരിയാമിന്റെ പാട്ട്, മിരിയാമിന്റെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ പിന്നീട് പാടുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഇതിന്റെ വെളിച്ചത്തിലാണെന്ന് മനസ്സിലാക്കണം. ഇതുവരെ ഞാൻ നശിച്ചില്ല, ഇനി നശിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ രോഗം, ഈ വ്യാധി ഇന്ന് ഒത്തിരി വിശ്വാസികളുടെ ഹൃദയത്തിൽ പടർന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്നുള്ള ചിന്ത അനേകരുടെ ഉള്ളിൽ പടർന്നു കയറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ദൃഷ്ടാന്തമാക്കി നമുക്ക് വെച്ചിരിക്കുന്നു എന്ന് പൗലോസും യാക്കോബും പറഞ്ഞിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ.
ആ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അടുത്ത വാക്യം. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇവരെ പട്ടിണിക്കിടുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത്. അപ്പോൾ യഹോവ മോശെയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ശ്രദ്ധിക്കണേ, കർത്താവ് കോപമല്ല വെളിപ്പെടുത്തുന്നത്, വിഷയങ്ങളോട് പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. കാര്യം, അവർക്ക് ആ നേരത്ത് ഇവര് ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. പ്രമാണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പ്രമാണം കിട്ടുന്നതിന് മുമ്പ് ദൈവം തൻ്റെ വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ തൻ്റെ കോപമുഖം ഒരിക്കലും ഈ ജനത്തിന് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ഓർക്കണം. അവിടെ വെച്ച് അതിന് പെട്ടെന്ന് മറുപടി കൊടുക്കുകയാണ് മോശക്കാരൻ. ഇതുവഴി മുഖാന്തരം മോശയും പോകരുത്. കാര്യം, ദൈവത്തിന്റെ ഉദ്ദേശം വാക്തത്വം കൊടുക്കുകയാണോ? അതെ. അതിന് മുന്നോടിയായിട്ട് ദൈവത്തെ ഒന്ന് അറിയണ്ട ഇവര്, അല്ലേ? ആമേൻ. ഏത് മിസ്രൈമിനോടും അവശേഷിക്കുന്ന മിസ്രൈമിനോട് ഇസ്രായേൽ മക്കൾ പറയുക എന്ന് വെച്ചോ, നിങ്ങൾ എങ്ങോട്ട് പോവാ? ഞങ്ങൾ ഞങ്ങളുടെ വാക്തത്വ ദേശത്തേക്ക് പോവാണ്. ഇസ്രായേൽ മക്കള് അപ്പൊ പറയാ, എങ്ങനെയാ നിങ്ങൾ ദേശം എങ്ങനെയാ? അത് ഈ മിസ്രൈം പോലെയൊന്നും അല്ല. പിന്നെ എങ്ങനെയാ? അത് പാലും തേനൊക്കെ ഒഴുകുന്ന ദേശമാ. നിങ്ങൾ ഇവിടെ എന്നാ പരിപാടി? ഇവിടെ ഞങ്ങൾ അടിമപ്പണിയാണ്. അവിടെ ഞങ്ങൾ രാജാക്കന്മാരെ പോലെ ഭരിക്കാനാ പോകുന്നത്. അപ്പൊ ഉള്ളിൽ അഹങ്കാരം കയറി ഓർക്കണം. ജസ്റ്റ് ഫറവോന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഈ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ഇടപെടൽ ശ്രദ്ധിക്കണം. ഉടനെ ഇവർക്ക് വിശക്കുകയല്ലേ, ഞാൻ തിന്നാൻ കൊടുക്കാം. നിങ്ങൾക്ക് ദാഹിക്കുകയല്ലേ, ഞാൻ കുടിക്കാൻ തരാന്നേ. നിങ്ങൾക്ക് കയ്പുള്ള വെള്ളമുള്ള പ്രശ്നം, ഞാനത് മധുരമാക്കാമേ. മനസ്സിലാക്കണം, ഈ മുഖങ്ങളൊന്നും ദൈവത്തിന്റെ ശരിയായ മുഖം അല്ലെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിന്റെ ശരിയായ സ്വഭാവം ഇതല്ല എന്ന് ഇസ്രായേൽ മക്കൾ തിരിച്ചറിയാൻ വൈകിപ്പോയി. കാരണം എന്നാ? ഇവരുടെ ക്രിസ്തു ദൃഷ്ടിയാണ് പ്രശ്നം. എന്താ? ഇവർക്ക് ഈ നേരം വിശന്നു. കർത്താവേ, എനിക്ക് വിശക്കുന്നുണ്ട്, ശരിയാ. ഞാൻ ഈ വിഷയത്തിൽ മോശയ്ക്ക് നേരെ സംസാരിക്കാൻ തുടങ്ങിയ എന്റെ ഭാവി എന്തായി തീരും? ആ ചിന്തയില്ല. എനിക്ക് ദാഹിച്ചു, കയ്പ് വെള്ളമുള്ളൂ. ഞാൻ ഈ വെള്ളത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തെ പിണക്കാൻ പറ്റില്ലല്ലോ. മോശയ്ക്ക് നേരെ സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ദാഹമുണ്ട്, ശരിയാണ്. അവിടെ ഞാൻ സംയോനം പ്രാപിക്കണം. അവിടെയാണ് നീ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനമില്ല. ഇവിടെ പരിജ്ഞാനമില്ല. എങ്ങനെ സംസാരിക്കണം, എവിടെ സംസാരിക്കണം എന്നുള്ള തിരിച്ചറിവ് ആർക്കില്ല? ഈ ജനത്തിനില്ലാതെ പോയി. അടുത്തത് ശ്രദ്ധിക്കണം. അടുത്ത് വായിച്ച്. ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണത്തിന് അവർ പുറപ്പെട്ടു. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ടു. ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നൊന്ന് പെറുക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിന്റെ ഇരട്ടി കാണും. ഇവിടെ അരുളി ചെയ്തു. ഇവിടെ പ്രമാണം ലഭിക്കണം. അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? ഞാൻ ആകാശത്തിൽ ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ടു. ഓരോ ദിവസത്തേക്ക് വേണ്ടുന്ന അന്നേക്ക് പെറുക്കിക്കൊള്ളണം. ഇപ്പൊ ശ്രദ്ധിക്കണം. ഒന്നാമത് ഇവർക്ക് ദാഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞേ? അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ വ്യാധി ഞാൻ വരുത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നാ വേണം? എന്റെ പ്രമാണങ്ങളെ അനുസരിക്കണം. അപ്പോൾ അവിടെ അടുത്ത രംഗം വിശന്നപ്പോൾ അതൊക്കെ ലംഘിച്ചു. അടുത്ത എന്നാ പറഞ്ഞു? ഞാൻ അവിടെ വെച്ച്, ദൈവമേ, നിന്റെ കാര്യത്തിൽ അവിടെ വെച്ച് തീരേണ്ടതായിരുന്നു ഞാൻ, എങ്കിൽ ഞാൻ ഈ ഗതികേട് അനുഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തിൽ കാണുമ്പോൾ, മോശയോട് ഞാൻ നിനക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും, ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവർക്ക് പരീക്ഷിക്കേണ്ടതിന് ഇവിടെ ശ്രദ്ധിക്കണം. ഓരോ ദിവസത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് കഴിഞ്ഞു പോകുന്ന സാഹചര്യം നമ്മളുടെ ഭൗതിക വിഷയത്തിൽ നമുക്ക് ദൈവം വലിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സാമ്പത്തിക വിഷയത്തിൽ ജസ്റ്റ് അതാത് മാസത്തെ കഴിഞ്ഞു പോകുന്ന ഒരു കാര്യം. മന്നാടെ ഉദ്ദേശം അതാണ്.
അന്നേക്കുള്ളത് പെറുക്കണം. പിന്നെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? 6-ാം ദിവസം ആകുമ്പോൾ 7-ാം ദിവസത്തേനും കൂടെ ഉള്ളത് കൂട്ടിപ്പെറുക്കാൻ ഇച്ചിരി അധികം അവിടെ കണ്ടേക്കും. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ജസ്റ്റ് അന്നേക്കുള്ള കാര്യം നടക്കുന്ന അതാത് മാസത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്ന അനുഭവത്തിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവം നിന്നെ പരീക്ഷിച്ചറിയുകയാണ്. നിന്നെ വാഗ്ദത്ത നാടിന് കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന് ദൈവം നോക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവസാനം വിശക്കാൻ നേരത്ത് നമ്മൾ പറയുന്നുണ്ടോ എന്തിനാണ് എനിക്കിത്, ഞാൻ ഇങ്ങനെയാണോ? അപ്പൊ മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രാർത്ഥനകളാണോ, ദൈവത്തെ ദുഷിപ്പിക്കുന്ന പ്രാർത്ഥനകളാണോ? ഇതിനും ഭേദം പണ്ട് ഞാൻ സമുദായത്തിൽ കിടന്നപ്പോ ഇതിന് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു പറഞ്ഞാൽ മനസ്സിലാക്കണമേ, അന്ന് നീ അനുഭവിച്ച ബാധകളൊന്നും വിടാതെ ഇന്ന് നിന്നെ പിന്തുടരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ അവിടെ വായിച്ചപ്പോ മനസ്സിലായി അല്ലേ? ആ ഭാഗം ഒന്നും കൂടെ വായിച്ചോ. അപ്പോൾ യഹോവ മോശെയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും, ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ടു. ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു പെറുക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ പെറുക്കുന്നത് അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിന്റെ ഇരട്ടി കാണും എന്ന് അരുളി ചെയ്തു. മോശെയും അഹരോനും ഇസ്രായേൽ മക്കളോട് ഒക്കെയും നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്നത് യഹോവയാണ് എന്ന് ഇന്നു വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ആദ്യം ഇങ്ങനെ പോകുന്നവർക്ക് പിറുപിറുക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തരും. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് കർത്താവിനെ അനുഭവിക്കാൻ തുടങ്ങുന്നത് നിനക്ക് പിറുപിറുക്കുവാനും കുറ്റം പറയുവാനും കുറവ് പറയാനുള്ള അവസരങ്ങൾ ദൈവം കൊണ്ട് തരികയാണ്. എന്തിനാണ്? ദൈവത്തിന് നിന്നെ നേരിട്ട് നേരിടണമെന്നുണ്ടെങ്കിൽ നിന്റെ ആവശ്യങ്ങളിലാണ് ദൈവം ആദ്യം സന്ദർശിക്കുന്നത്, മനസ്സിലാക്കണം. ആമേൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അന്നേക്കുള്ളത് പെറുക്കിയാൽ മതി, അന്നേക്കുള്ളത് പെറുക്കിയാൽ മതി. കാരണം എന്നെ ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല. അതാണ് ആ വാഗ്ദത്തം. ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുന്നില്ല. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കണം, മറ്റെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വരും, മെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റപ്പെടും. കാരണം എന്താണ്? അത് ദൈവത്തിന്റെ നീതിയാണ്. ആമേൻ. നമ്മൾ ആ വായിച്ച ഭാഗം, സ്തോത്രം, മോശയും അഹരോനും ഇസ്രായേൽ മക്കളും ഒക്കെയും നിങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവ തന്നെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ ചേർത്ത് പറയാം. വിശ്വാസത്തിൽ ഇറങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ പിറുപിറുത്തപ്പോൾ ചില വഴികൾ തുറന്നിരിക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് വെച്ചോ. ഞാൻ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചപ്പോ വഴി തുറന്നു വന്നേ. ചിലർ സാക്ഷ്യം പറയുന്നത് അങ്ങനെയൊക്കെ, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോ വഴി തുറന്നു. ഈ പിറുപിറുപ്പ് കേട്ടാലും ദൈവം ചില വാതിൽ തുറക്കും. ചില ഭാരപ്പെടുത്തുന്ന ചില മുഖഭാവങ്ങൾ കണ്ടാലും ദൈവം വാതിൽ തുറക്കും. പക്ഷേ അതൊരിക്കലും അവർക്ക് ഗുണപ്പെടുകയില്ലെന്ന് മനസ്സിലാക്കണം. വർഷങ്ങൾ കഴിഞ്ഞ് പിറുപിറുത്താലോ അവൻ വാഗ്ദത്ത നാട് കാണത്തില്ല. ചിലർ നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം പാസ്റ്ററെ, എങ്കിലും അത് നടക്കുകയുള്ളൂ. ഞാൻ പണ്ടങ്ങനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചതാ. ഇപ്പൊ എന്നാന്നറിയത്തില്ല, നടക്കണില്ല. പിടിച്ച് ഇങ്ങനെ ഇരിക്കാനേ പറ്റുന്നുള്ളൂ. പ്രാർത്ഥനയും നടക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ടും ചെല്ലുന്നില്ല, ഒന്നും ഇങ്ങോട്ടും വരുന്നില്ല. എന്താ കാരണം? ആ കാലഘട്ടം കഴിഞ്ഞുപോയി. ആമേൻ. ആരംഭകാലത്ത് നീ കയ്യും കാലും ഇട്ട ഒരു കൊച്ചു കുഞ്ഞ് കരയുന്ന പോലെ ആത്മീക ശിശു ആത്മീക വിഷയത്തിൽ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ദൈവം ഒരു പക്ഷെ നിന്റെ കരച്ചിൽ കണ്ട് ചെയ്തു നിന്നിരിക്കാം. പക്ഷെ അതൊരു ഉപദേശമാക്കി എടുക്കരുത്. ഹല്ലേലൂയ. ചിലർ അങ്ങനെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചേ. വായിച്ചോ. മോശെയും അഹരോനും ഇസ്രായേൽ മക്കളോടൊക്കെയും നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്നും
കൊണ്ടുവന്നത് ആ. യഹോവ തന്നെ എന്ന് ആ. ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. ആ. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. ആ. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് ആ. അവൻ കേട്ടിരിക്കുന്നു. ആ. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആ. മോശെ പിന്നെയും യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ ആ. വൈകുന്നേരത്ത് മാംസവും ആ. പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം ആ. അപ്പവും തരുമ്പോൾ ആ. നിങ്ങൾ അറിയും. ആ. യഹോവയുടെ നേരെ ആ. നിങ്ങൾ പിറുപിറുക്കുന്നത് ആ. അവൻ കേൾക്കുന്നു. ആ. ഞങ്ങൾ ആ. എന്തുള്ളൂ ആ. നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെ അല്ല, ആ. യഹോവയുടെ നേരെ എത്ര എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ചില സ്വഭാവങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. മോശയ്ക്ക് നേരെ പിറുപിറുത്താൽ ദൈവം പ്രവർത്തിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. അവരെ നടത്തുന്ന ദൈവദാസനെ ദുഃഖിപ്പിച്ച് ദൈവദാസന്മാരെ ക്ലേശിപ്പിക്കുന്ന വിശ്വാസികളുണ്ട്. അവർ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഈ ക്ലേശമെല്ലാം ദൈവദാസനെ ഏറ്റു കഴിയുമ്പോൾ ദൈവം അങ്ങ് വഴി തുറക്കുന്ന. പക്ഷെ ഇവിടെ ആ മോശയുടെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. അവിടെ മോശ പിന്നെയും ആ പിന്നെയും ആ. യഹോവ നിങ്ങൾക്ക് തരുവാൻ തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും ആ. പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം ആ. അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് ആ. അവൻ കേൾക്കുന്നു. അപ്പോ അവൻ കേൾക്കുന്നു. മനസ്സിലാക്കണം, ജനം വിചാരിച്ചത് ഇത് മോശയും 6 ലക്ഷം വരുന്ന ജനവുമായിട്ട് തീരുന്ന കേസാണ്. അതാണ് ഈ ഹ്രസ്വ ദൃഷ്ടിയുള്ളതിന്റെ കുഴപ്പം. ഇവർക്ക് ഉയരത്തിലിരിക്കുന്നവനെ കാണാൻ പറ്റുന്നില്ല. ഉയരത്തിലിരിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ല, അവരുടെ വിശ്വാസത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. അവർ കാണുന്ന മോശനെയാണ്. മോശയൊന്ന് ഭാരപ്പെടുത്തിയാൽ അങ്ങേര് നിലവിളിച്ച് കരഞ്ഞു കഴിയുമ്പോൾ ദൈവം പെട്ടെന്ന് അങ്ങ് കാര്യം ചെയ്തോളൂ. ചില ഈ ദുഷ്ട ഹൃദയമുള്ള ചില മനുഷ്യരുണ്ട്. അവർ ചിന്തിക്കുന്നത് ചിലരെ ദൈവദാസന്മാരങ്ങ് കണ്ണുനീര് കുടിപ്പിച്ച് കഴിയുമ്പോൾ സ്തോത്രം എന്ത് ചെയ്യും? ഈ സ്തോത്രം കോരഹിനെ പോലുള്ള ചിലരുണ്ട്. ദൈവദാസനെ ക്ലേശിപ്പിച്ച് ദുഃഖിപ്പിച്ച് കഴിഞ്ഞ് അവൻ നിലവിളിക്കുമ്പോൾ ദൈവം അടുത്തിട്ട് ചെയ്തു തരുമെന്ന് മാറിയിരുന്ന് ചിരിക്കുകയും ചെയ്യും. ഇവന്റെ കൂടാരത്തിൽ ഇവൻ പറഞ്ഞു ചിരിക്കും. ഇത് മോശയുടെ മുമ്പാകെ വരുമ്പോൾ അവനെ ക്ലേശിപ്പിക്കുകയും ചെയ്യും. അവന്റെ കൂടാരത്തിൽ ഈ ദൈവദാസന്റെ കുറവ് മാത്രമേ പറയത്തുള്ളൂ, ഈ ദൈവദാസന്റെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഇതാണ് ഹ്രസ്വ ദൃഷ്ടി ഉള്ളതിന്റെ കുഴപ്പം. ഹ്രസ്വ ദൃഷ്ടി ഉള്ളവരും മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നവരും. കണ്ടോ കുഴപ്പം? ശ്രദ്ധിച്ചോ? നിന്നെ എവിടുന്നാടാ എടുത്തത്? നീ ഇങ്ങനെ തന്നെ വന്നതാണോ? അല്ലല്ലോ. നിന്റെ സ്തോത്രം അവിടെ നിന്ന് എന്താ പറയുന്ന കളിമണ്ണും സ്തോത്രം അതുപോലെ തന്നെ സ്തോത്രം വൈക്കോലും ഇട്ട് ചവിട്ടിയാണ് എന്തുണ്ടാക്കുന്നത്? ഇഷ്ടിക ഉണ്ടാക്കുന്നത്. അതിന്റെ കാലം നിറച്ച് സ്തോത്രം ചെളിയും വാടയുമായിരുന്നു. ഇതായിരുന്നു നീ മറന്നുപോയല്ലോ ഇതൊക്കെ. അടുത്ത് വായിച്ചേ ആ ഭാഗം, അതിന്റെ തുടർന്ന് വായിച്ചേ. ഇത് ഇവിടെ വന്നപ്പോൾ മോശ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം. മോശ പറയുന്നൊരു കാര്യം, നിനക്ക് ഹ്രസ്വദൃഷ്ടി ഉള്ളവനാ നീ, പക്ഷെ നിന്നെ അങ്ങനെ വിടാൻ ദൈവം വിട്ടിട്ട് കർത്താവ് പ്ലാൻ ചെയ്തിട്ടില്ല. നീ കരയുമ്പോഴും നിലവിളിക്കുമ്പോഴെല്ലാം ദൈവം ഇറങ്ങി വന്ന് ചെയ്യാനല്ല ഇരിക്കുന്നത്. ദൈവം പറയുന്നിടത്ത് നിന്നെ നിലയ്ക്ക് നിർത്താനാണ് ദൈവം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം പ്ലാൻ ചെയ്തത് നിന്നെ നന്നാക്കാനാ, അല്ല നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ കണ്ട ദൈവം. ആ ഹ്രസ്വദൃഷ്ടിയുള്ളതിന്റെ തെളിവ്, ഞാൻ കരഞ്ഞപ്പോ ദൈവം വന്നു, ഞാൻ കരഞ്ഞപ്പോൾ കർത്താവ് മുട്ടുമടക്കി എന്നുള്ള ചിന്തയാണ് അനേകരുടെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയുന്നത് കർത്താവ് പ്രതീക്ഷിക്കുന്ന അളവിൽ നിന്നെ മെനഞ്ഞെടുക്കാനാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് നിനക്ക് വിശക്കും, നിനക്ക് ദാഹിക്കും. അനേകർക്കൊന്നും സത്യം അറിയണ്ട, ചെവി പൊത്തുക. പക്ഷേ നീ അവസാനം ഇരുട്ടിലും അന്ധതമസിലും ആവുമ്പോഴാണ് സത്യം നീ അറിയേണ്ടി വരുന്നത്. വായിച്ചതിന്റെ തുടർച്ച അഹരോനോട് മോശെ കേട്ടിരിക്കുന്നു കണ്ടോ? ഞങ്ങൾ 6.5 ലക്ഷം പുരുഷന്മാര് നിൽക്കുക, ഞങ്ങളോട് ഈ മോശെ അഹരോന് പറയേണ്ട കാര്യമുണ്ടോ? സുവിശേഷ വേല എന്ന് പറയുന്നത് മുമ്പിൽ നിൽക്കുന്ന എണ്ണ സംഖ്യയ്ക്ക് ഒത്തവണ്ണമല്ല ഉപദേശം മാറ്റുന്നത്. കോടി വ്യക്തികൾ മുമ്പിലുണ്ടെങ്കിലും ഉപദേശത്തിന് മാറ്റമില്ല.
മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഇത്രയും പേരുണ്ട്, അവർക്ക് ദുഃഖം വരുന്ന കാര്യമൊന്നും മിണ്ടരുത്. അതല്ല സുവിശേഷ വേല. സത്യം വിളിച്ചു പറയുന്നതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ആ ഭാഗം വായിക്കുമ്പോൾ പറയുന്നത് വായിച്ചേ. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിയുടെ നേരെ തിരിഞ്ഞു നിന്ന് തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. യഹോവ മോശയോട് ഇസ്രായേൽ മക്കളുടെ പിറുവിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. കണ്ടോ, പിറുവിറുപ്പ് കേട്ടിരിക്കുന്നു. അപ്പോൾ തിരിച്ചൊരു ചോദ്യം. ഞങ്ങളെ ഇവിടെ ക്രോസ് ചെയ്ത് വന്നപ്പോൾ, ചെങ്കടൽ കടന്നു വന്നപ്പോൾ ഞങ്ങളൊരു പാട്ട് പാടിയായിരുന്നു. മിരിയാമ പാട്ട് തുടങ്ങിയ അത് നീ ഓർക്കുന്നുണ്ടോ കർത്താവെ? അത് ഓർക്കുന്നില്ല കർത്താവ്. ഉണ്ടോ? ആ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒന്നും കർത്താവ് ഓർക്കുന്നില്ല. നിന്നെ ഇപ്പോഴാണ് നീ പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടങ്ങേണ്ട സമയം. എപ്പോഴാ? വിശക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ, കയ്പ് വെള്ളം കാണുമ്പോഴാണ് നിന്റെ വായി പാട്ട് വരേണ്ടത്. വരുവോ? പാട്ട് വരേണ്ടത് എപ്പോഴാ? കയ്പ് വരും കാണുമ്പോൾ, ദാഹിക്കുമ്പോൾ, ഇറച്ചി കിട്ടാതിരിക്കുമ്പോൾ, നുണ പറയുമ്പോഴൊക്കെയാണ് നീ പാട്ട് പാടേണ്ടത്. നുണ പറഞ്ഞ തന്നെ ഞങ്ങൾ ഇറച്ചിക്കളത്തിന്റെ അടുക്ക ഇവന്മാര് കണ്ടിട്ട് പോലും ഇല്ല ഒരു മീനിനെ അവിടെ. എന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ദൈവമേ, നീയാണ് തരാത്തത്. ഞങ്ങൾ നിന്റെ യഹോവയുടെ കയ്യാൽ മിസ്രൈമിൽ വെച്ച് അങ്ങ് ചത്താ മതിയായിരുന്നു. കണ്ടോ, സ്വഭാവം ശ്രദ്ധിക്കണം. ഈ സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ട്. എനിക്കും കണ്ടേക്കാം. മനസ്സിലാക്കണം, മാനസാന്തരപ്പെടുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. പണ്ടുള്ളത് മിസ്രൈമിലുള്ളത് കഴിഞ്ഞു പോയതിന്റെ കാര്യം പറയുക. അത് ഏതിന്റെ തെളിവാണ്? ക്രിസ്തുവ ദൃഷ്ടി ഉള്ളതിന്റെ തെളിവാണ്. മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നതിന്റെ തെളിവാണ്. വായിച്ചടുത്ത വാക്യം. നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തിയാകും. കണ്ടോ ഈ ദൂത് അല്ലേ? എന്താ ദൂത്? നീ പ്രാപിക്കും മകനെ, നീ വളരും മകനെ, ഉയരും മകനെ. പക്ഷെ നീ ഇതുവരെയും നീ കയ്പ് വെള്ളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പഠിച്ചിട്ടില്ല. ഇതുവരെ വിശപ്പ് വരുമ്പോ നീ നിൽക്കാൻ പഠിക്കാത്ത നീയാണ്. ഈ ശപിക്കപ്പെട്ട പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവനൊക്കെയും അവരറിയുന്നില്ല ഇതെന്താണ് ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നതെന്ന്. ആമേൻ. വായിച്ചേ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറയുക. സ്തോത്രം. കണ്ടോ, അപ്പോൾ അവിടെ വായിക്കുന്ന കാര്യം അവിടെ വായിക്കുന്നു, ഞാൻ കേൾക്കുന്നു, ഞങ്ങൾ എന്തുള്ളൂ, നിങ്ങളുടെ പിറുവിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല യഹോവയുടെ നേരെ അത്രേ എന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ വെച്ച് എല്ലാം മോശയുടെ തോളിൽ ഇരുന്നോളൂ എന്ന് വിചാരിക്കുന്ന ജനത്തിന്റെ വിശ്വാസത്തെ അവിടുന്ന് ഡയറക്റ്റ് ചെയ്യുകയാണ്, ദൈവത്തിലേക്ക് വരുത്തുകയാണ്. ഹ്രസ്വദൃഷ്ടിയുള്ളവൻ ദീർഘവീക്ഷണം വരണമെന്നുണ്ടെങ്കിൽ ദൈവിക ഇടപെടൽ വരണം. മനസ്സിലാകുന്ന മുമ്പിലത്തെ ശുദ്ധീകരണം മറന്ന് നീ ഇന്ന് എന്തും പറയുന്ന നിലവാരത്തിലേക്ക് വരുമ്പോൾ നീ എവിടെ കിടന്നു എന്ന് ഓർപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് മറന്നു പോകരുത്. ഇന്ന് പകൽ നേരം നമ്മുടെ കരങ്ങൾ ഒരു ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അടുത്ത 2-3 വാക്കുകൾ വായിച്ചു നിർത്താം. വായിച്ചോ. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി പാളയത്തിന്റെ ചുറ്റും മഞ്ഞ് വീണ് കിടന്നു. കിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിരത്തിൽ കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടപ്പോൾ എന്തെന്ന് അറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട് ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊണ്ടുവീൻ. താന്താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടമിഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ കറക്റ്റായിട്ട് എത്ര വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകണം, രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളും കൃത്യമായിട്ട് കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തു വരണം, നമ്മൾ ഏത് വിധത്തിൽ പോകണമെന്ന് സ്വർഗീയ പിതാവ് നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. അടുത്ത് വായിച്ച്. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും പെറുക്കിയവന് കുറേയും കണ്ടില്ല. ശ്രദ്ധിച്ചോ? ആ വാക്യത്തിന്റെ അർത്ഥം ശ്രദ്ധിച്ചോ? ആമേൻ. ചിലര് ഭയങ്കര കഴിവുള്ളവരാ,
കൂടുതൽ വാരാൻ വേണ്ടി പോകും, കൂടുതൽ വാരി പൊത്തി വയ്ക്കും. ചിലർക്ക് കഴിവ് കുറവാ, കുറച്ചേ വാരാൻ പറ്റുള്ളൂ, എന്നിട്ട് കൂടുതൽ വാരിയവനെ കണ്ടുകൊണ്ട് ദുഃഖിക്കും. പക്ഷെ ദൈവം ചെയ്ത പ്രവൃത്തി എന്താ? അവിടെ വായിക്കുന്ന എന്താണ്? ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പിറക്കിയവൻ ഏറെയും കുറവും കണ്ടില്ല. അതായത് കാറേ പോകുന്നവന്റെ പോക്കറ്റിൽ 100 രൂപയും ബസ്സേ പോകുന്നവന്റെ പോക്കറ്റിൽ 10,000 രൂപയും വെച്ച് ദൈവം അവരെ സമാധാനിപ്പിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കോടികൾ ആസ്തിയുള്ളവൻ സ്തോത്രം അത് അവിടെ ഇരിക്കുകയും അതിൻ്റെ അകത്തുനിന്ന് അവർ രോഗം മൂത്തിട്ട് 3 നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മറ്റൊരിടത്ത് നല്ല ആരോഗ്യം കൊടുത്തിരിക്കും. പക്ഷെ അവിടെ അവനും അതുപോലെ തന്നെ സുഭിക്ഷതയില്ല. സ്തോത്രം താൽക്കാലികമായിട്ട് കടന്നു പോകുന്നു. പക്ഷെ അവന് രോഗമില്ലാത്തൊരു ശരീരം കൊടുക്കും. ഇവിടെ ഇവന് രോഗം കണ്ടെന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം ശോഭിച്ച് നിൽക്കുന്ന ഏതൊന്നിന്റെയും മറുവശവും കൂടെ ഒന്ന് കാണണം. ഏത് തകർന്നു കിടക്കുന്നതിന്റെ മറുവശവും കൂടെ ഒന്ന് കാണണം കേട്ടോ. ഇത് ആത്മീയ ജീവിതത്തിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഏറെ പിറക്കിയവന് ഏറെയുമില്ല, കുറെ പിറക്കിയവന് കുറയുമില്ല. എല്ലാവർക്കും സമത്വം തരുന്ന ഒരു ദൈവം നമ്മുടെ എല്ലാം പിന്നിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുമില്ലാത്തവൻ ദുഃഖിക്കരുത്. നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിന്റെ കണ്ണ് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. എല്ലാം ഉണ്ടെന്ന് പറയുന്ന നിന്നോടൊരു കാര്യം പറയാം, നിന്റെ ശൂന്യത വെളിപ്പെടുത്താൻ ദൈവം ഇറങ്ങി വന്നിട്ടുമുണ്ട്. ഇത് രണ്ടിനും കർത്തൃത്വം നടത്തുന്നവനാണ് നാം സേവിക്കുന്ന കർത്താവ്. ആമേൻ. നീ ഹ്രസ്വ ദൃഷ്ടി ഉള്ളവനാണെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ നിന്റെ ദൃഷ്ടി എത്തുവാൻ തക്കവണ്ണം ദൈവം ഇടപെടും. ആമേൻ. മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നിട്ടാണോ നിന്റെ ഓട്ടമെങ്കിൽ ദൈവം അതിന്റെ നടുവിൽ ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. ആ വാക്യം ഒന്ന് വായിച്ചു നിർത്തിക്കേ. ഹല്ലേലൂയ. വേഗം വായിച്ചേ. മോശെ പറഞ്ഞു അനുസരിക്കാതെ ക്രമിച്ചു നാറി. കണ്ടോ? അപ്പോ ശ്രദ്ധിക്കണം, ഇതിന്റെ അകത്ത് ബുദ്ധിമാന്മാരെ പിടിക്കാൻ ദൈവം തന്നെ വെച്ചിട്ടുണ്ട്. മോശയുടെ മുമ്പിൽ ഒരു വലിയ തർക്ക വിഷയമായിട്ട് നടത്തപ്പെടുന്ന ജനത്തെ തിരിക്കാൻ ദൈവത്തിനറിയാം. വലിയ ബുദ്ധിയുള്ളവനെ കുടുക്കിട്ട് പിടിക്കുവാൻ ദൈവത്തിനറിയാം. കർത്താവിന് നല്ല പോലെ അറിയാം ആരെ എവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഏറെ പിറക്കിയവന് ഏറെയില്ല, കുറെ പിറക്കിയവന് കുറയില്ല. അത് സമത്വമായി. അടുത്ത പ്രശ്നം എന്നാ, ചിലരിത് എടുത്തിട്ട് നാളത്തേനും പിന്നത്തേനും കൂടെ വെച്ചേക്കുക. എന്താ കാര്യം? ക്രിസ്തുദൃഷ്ടിയുള്ളതിന്റെ തെളിവ്. കാര്യം ഇന്ന് ദൈവം ഇങ്ങനെ ചെയ്യുന്ന നാളെ വേറെ സ്വഭാവമായാൽ എന്നാ ചെയ്യും? നാളെ കഴിഞ്ഞ് എന്നാ? ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ മരിക്കരുത്. അന്നേക്കുള്ളത് മതിയെന്ന് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൃപ്തിപ്പെടുവാൻ ഞാനും നിങ്ങളും പഠിച്ചേ മതിയാകത്തുള്ളൂ. മനസ്സിലാക്കണം. എന്താ നാളത്തേന് കാര്യം? നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ ഇച്ചിരി ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുണ്ട്. എന്റെ വീട്ടിൽ വെച്ച് റിസർവ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം, ആ റിസർവ് അല്ല, ആ റിസർവ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചില ക്വാളിറ്റീസ് ഉണ്ടെങ്കിലേ ദൈവം തരികയുള്ളൂ. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? അത് ക്രമിച്ച്. ആമേൻ. ആ ഭാഗം ഒന്ന് എത്ര വാക്യത്? 20 വായിക്കുന്നത്. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളേക്ക് കുറെ ശേഷിപ്പിച്ചു, അത് ക്രമിച്ചു നാറി. മോശ അവരോട് കോപിച്ചു. അവർ രാവിലെ തോറും അവന് ഭക്ഷിക്കുന്നിടത്തോളം പെറുക്കും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ ദൈവം ചിലത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സമയം വരെ നമ്മുടെ കയ്യിലുള്ളൂ. അത് കഴിയുമ്പോൾ അത് കൈമോശം വരുന്ന അനുഭവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒരു ജീവനുള്ള ദൈവം നിന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വരുമ്പോൾ ദുഃഖിക്കരുത്, ഭാരപ്പെടരുത്. ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതിൽ സന്തോഷിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് മടങ്ങി വരാം. നമ്മൾ വായിച്ച പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഈ
നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവിടുത്തെ അവയില്ലാത്തവനോ കുരുടനത്രേ. അവർ ഹ്രസ്വ ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരുടെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നവൻ മാത്രമാണ് സ്തോത്രം ഹല്ലേലൂയ ഒരുവന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. കർത്താവിന്റെ കൃപയ്ക്ക് കീഴിലിരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നാം ഉറപ്പിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആമേൻ. നമ്മുടെ മുമ്പിൽ എന്നും സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ പോലെ അവരെന്നും വിശപ്പും ദാഹവും വരുമ്പോൾ മാത്രം ദൈവത്തിലേക്കും മോശയിലേക്കും നോക്കുന്ന സ്വഭാവം വിട്ട് ദൈവത്തിലേക്ക് വാസ്തവമായി വരുവാൻ തക്കവണ്ണം ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ നമ്മൾക്ക് ദൈവസഭയായിട്ട് നമ്മളിന്ന് തിരിച്ചറിയണം. നമുക്ക് മുമ്പേ അവർ നടന്നു. അവരിൽ ദൈവം പ്രസാദിക്കാത്ത പലരും അവിടെ പട്ടുപോയി എന്ന് മനസ്സിലാക്കണം. അവർ ചിലർ പട്ടുപോയി, അവർ ദൈവരാജ്യം പ്രാപിച്ചില്ല. അവിടെ വായിക്കും, നിങ്ങളോ സകല ഒരിക്കൽ അറിഞ്ഞിരിക്കുന്നുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പോൾ ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ടാണ് വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ ഇന്ന് വളരെ അത് ശ്രദ്ധയോടെ കാണണം. നമ്മൾ ആ വായിച്ച കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, കൊരിന്ത്യർക്ക് 1 കൊരിന്ത്യർ 10-ാം അധ്യായമാണ് വായിച്ച് 10-ന്റെ 1 മുതൽ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ഒന്ന് വായിച്ച കിട്ടിയവരൊന്ന് വായിച്ചാട്ടെ. മേഘത്തിന് കീഴിലായിരുന്നു. മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. കുടിച്ചു. കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. ശ്രദ്ധിക്കണം, അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ആ വലിയ ജനക്കൂട്ടത്തിൽ ഓരോ വ്യക്തിയുടെ രക്ഷയും ദൈവത്തിന് വിഷയമായിരുന്നു. ഇവർ മോശയും അഹരോനെയും മാത്രം ശ്രദ്ധിച്ചു ഈ ജനം. പക്ഷെ ഈ പിറുപിറുക്കുന്ന ഓരോ വ്യക്തിയും ദൈവസന്നിധിയിൽ വിലയുള്ളതായിരുന്നു. ഓരോ വ്യക്തിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾക്ക് ദൈവസന്നിധിയിൽ പ്രാധാന്യമുണ്ട്. ചിലർ ചിന്തിക്കുന്നത് ചില വ്യക്തികൾ പറഞ്ഞു, ഞാനിവിടെ എൻ്റെ ഈ വാക്ക് ഇതിലും ചെറുതല്ലേ, ഞാൻ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ന്യായം പറഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ട്. നിന്റെ ന്യായങ്ങളൊന്നും നിരത്താൻ കഴിയാത്തൊരു സ്ഥലമുണ്ട് കേട്ടോ. അത് ദൈവപ്രവർത്തിയുടെ മുമ്പിൽ ആ ചിലരും സകല തെറ്റും ചെയ്തിട്ട് ന്യായീകരണ തൊഴിലാളികളായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ന്യായം പറയും, ഒരുത്തൻ തെറ്റ് ചെയ്തിട്ട് അത് മൂടി വെച്ച് ജീവിക്കുന്നവരുണ്ട്. മനസ്സിലാക്കണമേ, നിന്നിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ദൈവരാജ്യം നീ കടക്കുകയില്ല. മോശ അഹരോനും ഫ്രണ്ടിലുണ്ടെന്ന് വെച്ച് നീ ദൈവരാജ്യത്തിൽ പോകുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്. ആ മോശയും അഹരോനും അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളല്ല അവിടെ ചെന്നോളൂ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണം, നീ രക്ഷ വ്യക്തിപരമാ, വിളിയും തെരഞ്ഞെടുപ്പും വ്യക്തിപരമാ, അത് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വവും വ്യക്തിപരമാണ്. ആ ബാക്കി അടുത്ത് വായിച്ചു നിർത്താം. കണ്ടോ, ഇത് ദൈവസഭയോട് വ്യക്തമായിട്ട് പറയുകയാണ്, ഇങ്ങനെ തള്ളിക്കളയും. സ്തോത്രം മാറി, അത് മധുരമാക്കി തീർത്തു. സ്തോത്രം, കയ്പ് വെള്ളം മാറി. ദൈവം പറഞ്ഞു, അവിടെ അവർക്ക് വരുമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വരാതെ സൂക്ഷിച്ചോ. അടുത്തത് വിശന്നു, അപ്പോഴും പിറുപിറുത്തു, അപ്പോഴും ദൈവം ഇടപെടാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, ദൈവം വേഗത്തിൽ അവർക്ക് കൊടുത്തു. അവരുടെ ബുദ്ധി വലുതായിരുന്നു. അവർ പാളയത്തെ അശുദ്ധമാക്കാൻ തുടങ്ങി. പിന്നെ വായിക്കുന്ന ചരിത്രങ്ങള്, അവർ ഇതുപോലെ സ്തോത്രം മന്ന സൂക്ഷിച്ചു. ആ മന്ന പിന്നത്തെ സൂക്ഷിച്ചു, ഇതുപോലെ കൃമിച്ച് നാറി, അതും ഗുണപ്പെടാത്ത അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ പലതും ലഭിച്ചപ്പോൾ അതൊക്കെ കുറ്റവും കുറവുമാക്കി ദൈവസന്നിധിയിൽ വെച്ചു. അതാണ് പാപ സ്വഭാവത്തിന്റെയും ഹ്രസ്വദൃഷ്ടി ഉള്ളതിന്റെയും അതുപോലെ തന്നെ മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നതിന്റെ അടയാളം എന്ന് പറയുന്നത്. ആമേൻ. അപ്പോൾ മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നവര്, അവരോട് ദൈവസഭയിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തിരിച്ചറിയണം. നീ ഇന്ന് ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് വ്യക്തിപരമായി ഉറപ്പുവരുത്തണം. ആമേൻ. അവിടെ ദൈവത്തിന് വചനം പറയുന്നത് എന്താണ്? സ്തോത്രം, ആ പാറ ക്രിസ്തു ആയിരുന്നു, എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ കണ്ടോ, അവിടെ പറയാം, തള്ളിയിട്ട് കളഞ്ഞു. ഇന്ന് അനേകർ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തള്ളിയിടപ്പെട്ട് കിടക്കുകയാണ്. ആരാ തള്ളിയത്? പിശാചാണോ തള്ളിയത്?
പറയ. ചിലര് ദ്രവ്യാഗ്രഹത്തിൽ, ചിലര് ലോകസുഖങ്ങളില്, മറ്റു പല ദൈവനാമത്തിന് യോജിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്ത് തള്ളപ്പെട്ട് കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. നിന്നെ തള്ളിയത് ആരാണ്? നിന്നെ തള്ളിയത് ദൈവമാണോ എന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. ഇന്ന് പകൽ നേരം നിന്റെ പിന്നിൽ ഒരു കരമുണ്ട്. അത് നിന്നിൽ ഫലം കാണാഞ്ഞിട്ട് നീ ദൈവരാജ്യം നിന്റെ കൺമുമ്പിൽ ലഭിക്കാത്തത് കൊണ്ട് നീ തള്ളപ്പെട്ടിട്ടുണ്ടോ എന്ന് നീ കാണുവാനായിട്ട് ഇടയായി തീരണം. അടുത്ത വാക്യം വായിച്ചേ, വായി തീർത്താം. സംഭവിച്ചു. കണ്ടു, ഇതാണ് വിഷയം. അവരെന്തുകൊണ്ടാണ് തള്ളപ്പെട്ടത്? അവരുടെ മോഹത്തെ കടിഞ്ഞാണിടാൻ പഠിച്ചില്ല. ചിലർ പണം മോഹികളാണ്. പണം എത്ര കിട്ടിയാലും അവർക്ക് മതിയാകത്തില്ല. അതുപോലെ പണത്തിലൊരു കുറവ് വന്നാൽ അവർ സഹിക്കത്തില്ല. പണമില്ലാത്ത അവസ്ഥ അവർക്ക് ചിന്തിക്കാൻ മേലാത്ത ചില ജീവിതങ്ങളുണ്ട്. ചിലർ മറ്റു ചില ജഡിക സുഖങ്ങളിലായിരിക്കും വീണ് കിടക്കുന്നത്. മോഹം അവരിൽ ഗർഭം ധരിക്കുകയാണ്. അവരാ മോഹത്തെ ജയിച്ചില്ല. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട നീ മോഹങ്ങളെ ജയിച്ചേ മതിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് മനസ്സിലാക്കണം. എന്താണ് ആ വാക്യം വായിക്കുന്നത്? വായിച്ച് നിങ്ങൾ അവരെ പോലെ സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ. അപ്പൊ ദുർമോഹികളാകുക. എപ്പോഴും ദുർമോഹം വരിക. ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവന് ആവശ്യമില്ലാത്ത മോഹങ്ങൾ അവനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വഞ്ചനയിലേക്ക് കൊണ്ടേ എത്തിക്കും. അത് തകർച്ചയിലേക്ക് കൊണ്ടേ എത്തിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വിശപ്പ് വരുമ്പോൾ ഒരു ഉപദേശം, വിശപ്പ് മാറുമ്പോൾ വേറൊരു ഉപദേശം, ദാഹം വരുമ്പോൾ വേറൊരു ഉപദേശം, കയ്പ് കാണുമ്പോൾ വേറൊരു ഉപദേശം, കയ്പ് മാറുമ്പോൾ വേറൊരു ഉപദേശം. മനസ്സിലാക്കണമേ, ദൈവവചനത്തെയും മോഹങ്ങളുടെ വെളിച്ചത്തിൽ വളച്ചൊടിക്കരുത്. ഹല്ലേലൂയ, വളച്ചൊടിക്കരുത്. ഇതിന് ഉത്തരവാദിത്വം കണക്ക് പറയേണ്ട ഒരു ദിവസം വരുമെന്ന് മറന്നു പോകരുത്. അടുത്ത വാക്യം വായിച്ചു നിർത്താം. നിങ്ങളും ദുർമോഹികൾ ആകരുത്. അടുത്തതാ, ഇവിടെ ശ്രദ്ധിക്കണം. ജനം തിന്നുവാൻ. ഈ ജനത്തിന്റെ കുഴപ്പമില്ല, ഇവർക്ക് തീറ്റയും കുടിയും മാത്രമേ ഉള്ളൂ. ഈ തീറ്റയും കുടിയുടെ നേരത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന ചിലരുണ്ട്. വിശപ്പ് വരുമ്പോ എങ്ങനെ വിശപ്പ് പോകും? ജീവിതത്തിൽ കടം വരുമ്പോ എങ്ങനെ ഇത് മാറാൻ? അപ്പോ മാത്രം പുസ്തകവും പ്രാർത്ഥനയും പാട്ടും അന്വേഷിക്കുന്ന കുറെ ബുദ്ധിഹീനർ വിശ്വാസ കുളത്തിലുണ്ട്. ഉള്ളതാണിത്. ഹല്ലേലൂയ. പലരെയും പരീക്ഷിക്കുമ്പോ, പലരെയും അന്വേഷിക്കുമ്പോൾ, പലരെയും വിവേചിക്കുമ്പോ ചിലർ ജീവിതത്തിൽ വട്ടപൂജ്യമാണ്. ഒന്നുമില്ല ജീവിതത്തില്. ഏതർത്ഥത്തിലാണ്? ആത്മീകത്തിൽ അവരുടെ താൽക്കാലിക ഭോഗ തൃപ്തി, സുഖമെന്ന് വെച്ച് ദിവസങ്ങൾ കഴിച്ചു വിടുന്നവര് ഒത്തിരി പേരുണ്ട്. എനിക്ക് ഇന്നത്തെ കാര്യം നടന്നാൽ മതി, കൂടുതലൊന്നും ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ മനസ്സിലാക്കണമേ, ദൈവരാജ്യത്തിന് അവകാശിയാകാതെ ജീവിക്കരുത്. ആ വാക്യം തുടർന്ന് വായിക്കാം. വായിച്ചേ. തിന്നുവാനും കുടിക്കുവാനുമായിട്ടിരുന്നു. ഈ കളി എന്നാണ്? വ്യഭിചാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരസംഗത്തെ കുറിച്ചാണ് പറയുന്നത്. പരസംഗം ചെയ്യുവാൻ എഴുന്നേറ്റു. ഈ ജനം ഇങ്ങനെ ഇരുന്നു. അതാണ് 10 കൽപ്പന മേടിക്കുവാൻ മോശ സീനായിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ജനം ഇതാണ് ചെയ്തത്. അവിടെ തീറ്റയും കുടിയും ആർമാദിപ്പും ദുർനടപ്പും എല്ലാവിധ പരസംഗങ്ങളും അവിടെ ഉണ്ടായി. അതിന്റെ നടുവിൽ അവരൊരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പറയുകയും ചെയ്തു. ഈ ദൈവ കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു, ഈ കാളക്കുട്ടിയാണ് എന്നെ എവിടെ നിന്ന് കൊണ്ടുവന്ന്? മിസ്രൈമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ജീവനുള്ള ദൈവത്തെ ക്ഷേമമുള്ള മനുഷ്യൻ ഇരുകാലി ഈ വകയോട് സദൃശ്യമാക്കി കഴിച്ചാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ. റോമാലേഖനത്തിന്റെ അടുത്ത് വായിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഒന്നും കൂടെ എടുത്ത് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റോമാലേഖനം അതിന്റെ 1-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അതിന്റെ 23-ാം വാക്യം. 1:23. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശമാക്കി മാറ്റിക്കളഞ്ഞു. കണ്ടോ, ഇത് എവിടെ നിന്നാ? ഇതും പൗലോസ് എടുത്ത് അവിടെ നിന്ന് തന്നെയാണ്. 10 കൽപ്പനയും മേടിച്ച് രാജകീയ ന്യായപ്രമാണവും മേടിച്ച് ഇറങ്ങി വരുന്ന മോശയുടെ മുമ്പില് ജനം അഴിഞ്ഞാടുന്ന രംഗം കണ്ടു. ആ അഴിഞ്ഞാടിയ ജനത്തിന്റെ മുമ്പിൽ, സ്തോത്രം, ആ കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ചു.
അത് വെള്ളത്തിൽ കലക്കി അതുകൊണ്ട് അവരെ കുടിപ്പിച്ച് കുറെ എണ്ണം അതുകൊണ്ട് തന്നെ ചത്തുപോയി. ഹല്ലേലൂയ. എന്താണ് അവിടെ കണ്ടത്? മനസ്സിലാക്കണം, ഈ കാളക്കുട്ടിയെ ഈ ജനം ഉണ്ടാക്കി വെച്ച് ദൈവത്തോട് പറയുക, സ്തോത്രം, അഹരോനോട് പറഞ്ഞു ധൂപം കാണിക്കാൻ പറഞ്ഞു. അഹരോനോട് തന്നെ പറഞ്ഞു നീ ഞങ്ങൾക്ക് കാളക്കുട്ടി ഉണ്ടാക്കി തണ്ട. അഹരോനെ കൊണ്ട് തന്നെ ധൂപം കാണിപ്പിച്ചു. അങ്ങനെ എല്ലാം ചെയ്തപ്പോ സ്തോത്രം അവര് തിരിച്ചറിഞ്ഞില്ല. സ്തോത്രം, ജീവനുള്ള ദൈവത്തെ ഇവര് കണ്ടതാ, മിസ്രൈമിൽ വെച്ച് കണ്ടതാ, ചെങ്കടൽ കടത്തി ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം ഇവര് കണ്ടത്. ഇവര് കണ്ണുകൊണ്ട് കണ്ടിട്ടും വിശ്വസിച്ചില്ല. അത്രമേൽ അവർ ഹൃദയ കഠിനരായി മനസ്സിലാക്കണം. അത്രത്തോളം ഹൃദയത്തിന് കഠിനത സംഭവിച്ചവനാണ്. അവരോട് ദൈവം പറയുന്നത് എന്താണെന്നറിയാവോ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, അപ്പൊ രൂപ സദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അടുത്ത കിടപ്പ് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ദൈവം അപ്പൊ ഇവര് കളിക്കാൻ എഴുന്നേറ്റപ്പോ എന്താ ചെയ്തേ? ആണോടാണ് അവലക്ഷണം പ്രവർത്തിച്ചു, സ്ത്രീയോട് സ്ത്രീ അവലക്ഷണമായത് പ്രവർത്തിച്ചു. എപ്പോഴാ അത് സ്റ്റാർട്ട് ചെയ്തെന്നറിയാവോ? ഈ മോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്ന ഇവര് കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോ മറ്റൊരാത്മാവ് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എന്താണ് അവിടെ വായിക്കുന്നത്? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങൾക്കും സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ, വായന കുറവാ, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടു. എന്താ ചെയ്തത്? ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. മോശയുടെ അസാന്നിധ്യം കണ്ടപ്പോൾ അവർ സത്യത്തിൽ ജീവനുള്ള ദൈവം, അക്ഷയനായ ദൈവം, മേഘത്തിലിരുന്ന് ഇവരോട് സംസാരിച്ച പരിശുദ്ധൻ, സ്തോത്രം, ഹാലേ, ആ ദൈവത്തിനെ അപമാനിക്കാൻ ഇതിലും നല്ല അവസരവും ഇതിലും നല്ല വിധമൊന്നുമില്ല. അപ്പോ ദൈവത്താൽ വിളിക്കപ്പെട്ട ജനവും ഇസ്രായേലാണ്. ആദ്യം തന്നെ ദൈവത്തെ നല്ലപോലെ അപമാനിച്ചതും ഇസ്രായേൽ തന്നെയാണ്. മനസ്സിലായോ? ദൈവത്തെ നല്ലതുപോലെ അപമാനിച്ചതും ഇസ്രായേൽ മക്കൾ തന്നെയാണ്. ഹല്ലേലൂയ. എന്താണ് വായിക്കുന്നത്? സ്തോത്രം, ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങൾക്ക് സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിയേക്കാൾ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു, അവർ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. കണ്ടോ? ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ, സ്തോത്രം, ഭജിച്ച് ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാർ സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിപ്പിച്ചു. ആണോട് ആണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഈ വിധത്തിലുള്ള അശുദ്ധി ഒരുവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ചോദിക്കണം, എടാ ദൈവം ആരാന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾ കാണിച്ചതുപോലെ പല വിഗ്രഹങ്ങളുടെ രൂപങ്ങളുടെ പേര് പറയുമ്പോൾ തിരിച്ചറിഞ്ഞോണം, ഇത് ദൈവത്തിൽ നിന്ന് വന്ന ബാധയാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. അവര് തിന്മാനും കുടിക്കുവാനുമായിട്ടിരുന്നു, കളിപ്പാനായിട്ട് എഴുന്നേറ്റു. അപ്പോൾ ഇത് നമുക്ക് ഈ ദൈവജനത്തിന്റെ ദൃഷ്ടാന്തമായിട്ട് ഇത് സംഭവിച്ചെങ്കിൽ നാം നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുവാൻ നമ്മൾ ഇന്ന് ഇടപെടണം. ദൈവസൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവസൻ കർത്താവിന്റെ സൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഓൺലൈനിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളോട് സ്നേഹത്തെ നന്ദി അറിയിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവസൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഇന്ന് പകൽ നേരം അപ്പാ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു കർത്താവേ. ഞങ്ങൾ ആരും കർത്താവേ
കർത്താവെ, പാപത്തിന്റെ ചതിയാൽ കഴുകപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് പകൽ നേരം അപ്പാ നിന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. അപ്പാ നീ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവെ സ്വർഗം സന്ദർശിക്കുമാറാകണം, ബലപ്പെടുത്തുമാറാകണമേ. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവെ. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ വളർച്ച പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രതി സ്നേഹവും കൂട്ടിക്കൊള്ളുവാൻ തക്കവണ്ണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ നാമനിമിത്തം ഞങ്ങൾ പ്രയോജനമുള്ളവരായി തീരണമേ. ഞങ്ങളെ പണിയണം, ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ, കുടുംബങ്ങളെ, ഞങ്ങൾ ആയിരം ശുശ്രൂഷ മേഖലകളെ കർത്തന്റെ കരുത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്തന്റെ മഹത്വം ബലത്തോടുകൂടി ഇടപെടുമാറാകണമേ. ഞങ്ങളെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം, കാത്തു സൂക്ഷിക്കണമേ. ഈ യാത്രയിൽ കർത്താവെ സ്ഥിരതയോടും പരിജ്ഞാനത്തോടും ഇന്ദ്രിയജയത്തോടും ദൈവ സ്നേഹത്തോടും കൂടെ മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം, കാത്തു സൂക്ഷിക്കണമേ. ഇന്ന് പകൽ നേരം അപ്പാ നിന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ഇത്രമേൽ ഞങ്ങൾ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, ബലപ്പെടുത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിനെ ബലപ്പെടുത്തുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളെ സ്വർഗ്ഗം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമ്മളിപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സ്തോത്രം, ഇന്നത്തെ മീറ്റിംഗിനെ വഹിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന നമുക്ക് ദൈവത്തിന്റെ